അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂറിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്. പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വേറെവർ യു ഗോ. മുഖത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ,
ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചിരിക്കുന്ന ഒരു വിഷയം ചെയ്യുന്ന ഉടമ്പടിയും ചിന്തിക്കുന്ന ഉടമ്പടിയും. ചിലപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് മാറും. ഈ ചിന്തിക്കുന്ന ഉടമ്പടി തന്നെയാണ് ചെയ്യണതെന്ന് ഉറപ്പുവരുത്തിയ ഉടമ്പടിയുടെ സമ്പൂർണ്ണ ഫലം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ചെയ്യുന്ന ഉടമ്പടി, എന്താണ് ചിന്തിക്കുന്ന ഉടമ്പടി? കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങളിൽ നല്ല സാക്ഷ്യം, അതായത് രശ്മി തോമസിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് ഞാൻ ആദ്യവാഴ്ച പറയുന്നുണ്ട്. അതായത് ഇന്നത്തെ ധ്യാനം രശ്മി തോമസിൻ്റെ സാക്ഷ്യമാണ്. അപ്പോൾ രശ്മി തോമസിൻ്റെ സാക്ഷ്യത്തിൽ നിന്നാണ് ഈ ചെയ്യുന്ന ഉടമ്പടിയും ചിന്തിക്കുന്ന ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഉടമ്പടി ആയിരിക്കത്തില്ല പലപ്പോഴും ചെയ്യുന്നത് ഒരു വിഷയമുണ്ടായി, നമുക്കൊരു വിഷയമുണ്ടായി, ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ദൈവത്തോട് ഒരു വാഗ്ദാനത്തിൽ ഏർപ്പെടുന്നു, അതിന് മാതാവിൻ്റെ മധ്യസ്ഥ യാചിക്കുന്നു. അപ്പം അതൊരു ചെയ്യുന്ന ഉടമ്പടിയാണ്. ഇനി ചിന്തിക്കുന്ന ഉടമ്പടി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ രശ്മി തോമസിൻ്റെ സാക്ഷ്യത്തിലെ അവരുടെ ഉടമ്പടിയും ജോലിയും ഒരുമിച്ച് പോകാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അവരുടെ ഉള്ളിലൊരു ചിന്ത ഉണ്ടായി, ഞാൻ ഉടമ്പടി തുടരണോ അതോ ഉടമ്പടിയിൽ നിന്ന് ഉപേക്ഷിച്ച് ജോലിയെ തുടരണോ? അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ആൾക്കാരും ഉടമ്പടി ഉപേക്ഷിച്ച് ജോലി തുടരാൻ ആയിരിക്കും. നമ്മൾ ഉടമ്പടി ജോലിക്ക് വേണ്ടിയല്ലേ ഉടമ്പടി എടുത്തത് എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ചിന്തിക്കും. പക്ഷേ രശ്മി ചിന്തിക്കേണ്ട വ്യത്യാസമാണ്. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ തുടരാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്, ജോലി എല്ലാ ഇൻറ്റൻഷനിലൊരു കാര്യം മാത്രമാണ്. അപ്പോൾ ഉടമ്പടി ജോലിക്ക് വേണ്ടിയോ ജോലി ഉടമ്പടിക്ക് വേണ്ടിയോ? പണ്ട് ഒരു ഡിസ്പ്യൂട്ടില്ലായിരുന്ന, കല ജീവിതത്തിന് വേണ്ടിയാണോ, ജീവിതം കലയ്ക്ക് വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ജീവിതം തന്നെ കലയെന്ന് പറഞ്ഞത്. അപ്പോൾ ഉടമ്പടി തന്നെ ജീവിതം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ചിലർക്കെങ്കിലും ആ ഒരു കോൺസെപ്റ്റ് വിജയിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. കാര്യം അവർ എന്തിനാണ് ഉടമ്പടി എടുത്തത്? ഉടമ്പടി ദൈവമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഉടമ്പടിക്ക് വേണ്ടിയാണ് ജീവിതം എന്ന്, ഉടമ്പടി ജീവിക്കാൻ വേണ്ടിയാണ്, ഉടമ്പടിക്ക് വേണ്ടിയാണ് ജീവിതം എന്നുള്ള ഐഡിയയിൽ എത്തിച്ചേർന്നിട്ട് ഉടമ്പടിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ജീവിക്കുമ്പോഴാകുന്ന പ്രശ്നം, ഇവർ ഒരു റിട്ടയേർഡ് ഹാൻഡാണ്. അതായത് ഇവർ ഒരു പ്രവാസികൾ എന്തുമാത്രം കേരളത്തിൽ വരുന്നുണ്ട്. പലരും ജീവിതം കരിഞ്ഞു നിൽക്കണ പോലെയൊക്കെ തോന്നുന്നില്ല അവർക്ക്. പക്ഷെ അവരെല്ലാം ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? നമ്മുടെ പച്ചത്തിരിവ് പോലെ, അതുപോലെ തന്നെ കൂടാരത്തിലിരുന്ന അഹറോൻ്റെ കരിഞ്ഞ കമ്പ് പോലെ അത് ഇങ്ങനെ പച്ച ഇല വീശി പുതിയ ജീവിതമാണ് കിട്ടുന്നത്. ഇപ്പം വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു, ജോലിയില്ല, വീട് പഴയതായിരുന്നു. അപ്പോൾ എന്തെല്ലാം ഇവൾ ചോദിച്ചോ അതെല്ലാം അമ്മ അവർക്ക് വളരെ നിമിഷം നേരം കൊണ്ട് കൊടുത്തു. പിന്നെ ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു അലാവുദ്ദീനും അത്ഭുത വിളക്കും തമ്മിലുള്ള ഒരു മാജിക് പരിപാടിയൊന്നുമില്ല, മറിച്ച് കർത്താവിൻ്റെ വചനമുണ്ട്. ആ വചനത്തിൻ്റെ വാഗ്ദാന പൂർത്തീകരണമാണ്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടമുള്ള ചോദിക്കാൻ. അപ്പോൾ ചോദ്യത്തിൽ പിശുക്കൊന്നും വേണ്ട. പക്ഷേ ഉടമ്പടിയിലും പിശുക്ക് വരത്തില്ല. ഉടമ്പടിക്ക് വേണ്ടിയാണ് ജീവിതം എന്ന രീതിയിൽ ഉടമ്പടിയും ജീവിതവുമാണ്, എൻ്റെ ജീവിതം ഉടമ്പടിയാണെന്നുള്ള ഒരു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് മാതാവിനും ഈശോയ്ക്കും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. എൻ്റെ പേര് ജോമോൾ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത് 2019 എല്ലാവരെയും പോലെ തന്നെ
എനിക്ക് ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായ സമയത്താണ് ഇവിടെ വന്നതും ഉടമ്പടി എടുക്കുന്നതും. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിദേശത്ത് പോകാനുള്ള എക്സാമും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ പാസ്സായി. അച്ഛൻ്റെ കൈവപ്പ് വഴി ശുശ്രൂഷ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് സൗദിയിൽ നേഴ്സായി ജോലി ലഭിച്ചു. ഇപ്പം ഒരു 7 വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. ഈ നിമിഷം വരെ അമ്മ നടത്തിയ വഴികൾക്ക് നന്ദി പറയുന്നു. രണ്ടാമതായി എൻ്റെ ബ്രദറിൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 8 വർഷമായി ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഒരു 8 വർഷമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു, പല രീതിയിൽ അന്വേഷിക്കുന്നു, മാട്രിമോണിയിൽ കൊടുക്കുന്നു, ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. 1 പത്രോസ് 5:6-7 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന്. അതിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്തു. അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു പോയി. തിരിച്ചു വന്നു. ഒരു ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ പറയുന്നുണ്ടായിരുന്നു 40 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന്. അപ്പം ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഉടമ്പടി പുതുക്കി 40 ദിവസത്തിനുള്ളിൽ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടു, സംസാരിച്ചു. ഈ 8 വർഷമായിട്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള അറിയാവുന്നൊരു ചേട്ടൻ തന്നെയാണ് ഈ വിവാഹാലോചന കൊണ്ടുവന്നത്. അത് മാതാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടലും മൂലം മാത്രമാണ് നടന്നത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലും ആത്മീയ മേഖലയിലും ഒത്തിരി മാറ്റങ്ങളുണ്ടായി. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാം ജോലി ലഭിച്ചു. നമ്മൾ വിദേശത്ത് പോയി കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥനയില്ല, റൂംമേറ്റ്സ് ആവും. ഇപ്പോൾ ഉള്ള ഒരു അടിച്ചുപൊളി ജീവിതത്തിലേക്ക് നമ്മളെല്ലാവരും പോകും. അപ്പോൾ അവൻ്റെ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും കുറച്ച് മാറ്റങ്ങൾ വന്നു. മദ്യപാനവും അങ്ങനത്തെ കൂട്ടുകാർ വരുമ്പോഴത്തേക്കും കൂട്ടുകൂടുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവത്തിന് കൂടുതൽ സമയം കൊടുക്കാനായിട്ട് പരിശ്രമിച്ചു. പിന്നെ വിശുദ്ധ കുർബാനയിലും കുമ്പസാരവും കുടുംബ പ്രാർത്ഥനയും രാവിലെയുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും അതിലെല്ലാം കൂടുതൽ ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം കൂടുതലായിരിക്കുവാനും വീട്ടിലെല്ലാവരും കുടുംബ പ്രാർത്ഥനയിൽ ഒന്നിച്ച് പങ്കെടുക്കുവാനും അങ്ങനെയുള്ള രീതിയിലായപ്പോൾ തന്നെ ഒരു ദൈവിക ചൈതന്യം വരാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ വിവാഹം കഴിഞ്ഞ മാസം 27-ാം തീയതി വളരെ നല്ല രീതിയിൽ കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവും ഈശോയും വന്ന് നടത്തിയതുപോലെ തന്നെ ഒരു പ്രയാസങ്ങളുമില്ലാതെ ആലീസ് എന്ന് പറയുന്ന സ്വർഗം തുറന്ന് ദൈവം ഞങ്ങൾക്ക് അവനൊരു ജീവിത പങ്കാളിയെ നൽകി. അവർ സന്തോഷമായിട്ടിരിക്കുന്നു. അടുത്ത മാസം ഞങ്ങൾ 2 പേരും തിരിച്ച് പോവുകയാണ്. അതിനു മുമ്പ് അമ്മയ്ക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. ഇത് രണ്ടുമാണ് എനിക്ക് പ്രധാനപ്പെട്ട സാക്ഷ്യം. പിന്നെ ചെറുതും വലുതുമായി അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. രോഗസൗഖ്യം, ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് അമ്മയ്ക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ആ സമയത്ത് എൻ്റെ അനിയത്തിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചു കഴിച്ചെങ്കിലും അമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ശാരീരികമായിട്ട്. അപ്പം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു ഉപ്പും തൈലവും ഒക്കെ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി മാതാവും ഈശോയും പൂർണ്ണ സൗഖ്യം കൊടുത്തു. ഇതെൻ്റെ മകനാണ് ഏതൻ. അവനാണെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻ കൂടിയിട്ട് അവന് CT സ്കാനൊക്കെ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇൻഫെക്ഷൻ കൂടിയിട്ടുണ്ട്, അപ്പോൾ അതിന് മരുന്ന് കഴിക്കണം. മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തു, ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്തു. ഈ സമയത്തെല്ലാം ഞാൻ സൗദിയിലാണ്. നമുക്കറിയാം, നമ്മൾ നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കുമ്പം നമ്മൾക്ക് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്ന സമയത്താണ്. ആ സമയത്തെല്ലാം ഞാൻ അവിടെ നിന്നുകൊണ്ട് എൻ്റെ നെഞ്ചത്ത് തൈലവും ഇതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ തേനും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുകയും ചെയ്തു.
അങ്ങനെ കുറച്ച് നാൾ അവന് ഇൻഹേലർ എടുത്തു. കുറച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. അവന് തന്നെ ഒരു വിശ്വാസമുണ്ട്. അവൻ തന്നെ എടുത്ത് പോയി തൈലമൊക്കെ എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് കഴിക്കുന്ന ഭക്ഷണത്തിലെടുത്ത് കഴിക്കുകയും പ്രാർത്ഥിക്കും. അത് മാറുമെന്നൊരു വിശ്വാസം അവനുമുണ്ട്. അങ്ങനെ അവൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇൻഹേലറൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ അവൻ മിടുക്കനായിട്ടിരിക്കുന്നു. അസുഖങ്ങളൊന്നുമില്ല. ദൈവമാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ടും പ്രശുദ്ധ പ്രവൃത്തികളായിട്ടും ഞങ്ങൾ ചെയ്യുന്നത്, ഗൾഫിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പത്രം നമ്മൾ വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ ഞാനും എൻ്റെ ബ്രദറും കൂടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയായിരുന്നു. ബ്രദർ ഉടമ്പടി എടുത്തതാണ്. അവന് പുതുക്കിയ സമയത്ത് കഴിഞ്ഞ മാസം ഞങ്ങൾ വന്ന് പുതുക്കി. അപ്പോൾ പത്രം വാങ്ങിച്ച് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കുകയും ചെയ്തു. പിന്നെ വീടുകളിൽ രോഗികളായി കിടക്കുന്ന അമ്മച്ചിമാരുടെ അടുത്ത് പോയി അവരോട് കുറച്ച് നേരം സംസാരിക്കുവാനും, പിന്നെ അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനുള്ള ആരുമില്ലാത്തത് കൊണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും, അങ്ങനത്തെയുള്ള കാരുണ്യ പ്രവൃത്തികളാണ് കൂടുതലും ചെയ്യുന്നത്. ഗൾഫിലായിരിക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു യൂണിറ്റിൽ ഉണ്ട്, പ്രെയർ യൂണിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് സഹായങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അതിനാവശ്യമുള്ള പൈസ സാലറി കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു വിഹിതം അതിനു വേണ്ടി മാറ്റിവെച്ച് അവരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കും. ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം നമുക്കറിയാം. നമ്മളെല്ലാവരും കൂടുതൽ സമയം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നതാണ്. അപ്പം ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. കുറേയൊക്കെ അതൊക്കെ മാറ്റി ഫ്രീ ടൈം കിട്ടുമ്പോൾ ജപമാല ചെയ്യാനും ബൈബിൾ വായിക്കാനും അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. പിന്നെ വിശുദ്ധ കുർബാന അതെനിക്ക് ആഴ്ചയിൽ ഒന്നാണ് അവിടെ ഉള്ളത്, അതിൽ പങ്കെടുക്കും. 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കാനും അതിനുള്ള കൃപ ദൈവം തന്നു. അതിനുള്ള ഒരു സമയവും സാഹചര്യവും ഒക്കെ ദൈവം എനിക്ക് ഒരുക്കി തന്നു. അതുകൊണ്ട് കുർബാനയ്ക്കും വിശുദ്ധ കുമ്പസാരത്തിനും എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. അവിടെ നാട്ടിൽ വന്ന സമയത്തും എല്ലാ ദിവസവും കുർബാനയിൽ മുടങ്ങാതെ പോകാൻ പരിശ്രമിക്കുന്നു. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണാറുണ്ട്. ആഴ്ചയിലുള്ള സാക്ഷ്യം, ആഴ്ചയിലുള്ള ഉടമ്പടി ധ്യാനം അത് കാണും. കണ്ടിട്ടത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഇത്രയുമാണ് എൻ്റെ ഉടമ്പടിയിലുള്ളത്. പിന്നെ എൻ്റെ ബ്രദർ പറയും അവൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് മാതാവ് അനുഗ്രഹിച്ചതിനെ പറ്റി. എൻ്റെ പേര് ജോമോൻ എന്നാണ്. ഞാൻ 22/5/2025 ഉടമ്പടി എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് 22/12/2025 വീണ്ടും പുതുക്കി 1 മാസത്തിന് ശേഷം എൻ്റെ വിവാഹം റെഡിയായി. ഇപ്പോൾ സുഖമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ മാസം 27-ാം തീയതി ആയിരുന്നു കല്യാണം. എല്ലാം നല്ല സന്തോഷമായിട്ട് നടന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി അറിയിക്കുന്നു. അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. സങ്കീർത്തനം 20:4 ഉടമ്പടിയിൽ ദൈവഹിതത്തോട് ചേർന്ന് ഹൃദയാഭിലാഷം ദൈവം അനുഗ്രഹിക്കും. അവൻ പറയുന്നത് ചെയ്യുവേൻ എന്നാണ് പരിശുദ്ധ അമ്മ നമ്മോട് പറഞ്ഞത്. പ്രാർത്ഥനയും വിശ്വാസവും പ്രവൃത്തിയും ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പദ്ധതികൾക്ക് പുതിയൊരു ദിശയാണ് ലഭിക്കുന്നത്. പുതിയ വഴികൾ തുറന്നു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടിയിൽ സമർപ്പിക്കുന്ന നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ കൃപാസനം അമ്മയാണ് ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത്, വഹിച്ചുകൊണ്ട് പോകുന്നത്. ദൈവഹിതത്തിന് യോജിക്കുന്നവ ദൈവം ഉടമ്പടിയിൽ ഉടനടി നമുക്ക് മറുപടി നൽകുകയാണ്. ചിലപ്പോൾ ദൈവം അതിലും നല്ല പദ്ധതി നൽകിയാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്. ജോമോൾ ജെയിംസ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ വിദേശത്ത് പോകാനുള്ള ആഗ്രഹത്തോടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും പിന്നീട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി ഈ മകൾക്ക് ഒരു നല്ല ജോലി നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. പിന്നീട് പറഞ്ഞ കാര്യം ബ്രദറിൻ്റെ വിവാഹത്തിൻ്റെ കാര്യമാണ്. 8 വർഷത്തോളം അന്വേഷിച്ചു, പക്ഷെങ്കിൽ നടന്നില്ല. ഈ മകളും ആങ്ങളെയും ഒന്നിച്ച് വന്ന് ഉടമ്പടിയെടുത്തു. ഈ മകൻ ഉടമ്പടിയെടുത്ത് 1 മാസത്തിനുള്ളിൽ ഇത്രയും നാൾ ശ്രമിച്ച ഒരു വിവാഹമായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടിയെടുത്ത ഉടനെ 1 മാസത്തിനുള്ളിൽ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചേട്ടനാണ് ഇവരുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ അറേഞ്ച് ചെയ്തത്.
ഉടമ്പടി ഉടനടി പരിഹാരമെന്ന് നാം കേട്ടിട്ടുണ്ട്. ഇവിടെ 8 വർഷമാണ് 1 മാസത്തിനുള്ളിൽ സമയചുരുക്കത്തിൻ്റെ അമ്മ കാനായിലും വിവാഹ വിരുന്നിൽ അമ്മയാണ് ഇടപെട്ടത്. ഇവരുടെ വിവാഹ കാര്യത്തിലും അമ്മയുടെ ഒരു നല്ല ഇടപെടലാണ്. കാരണം 8 വർഷത്തോളം വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ ഈ മകൻ ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ സമയചുരുക്കത്തിൻ്റെ അമ്മ കൃപാസനം അമ്മ ഇടപെടുകയും ഈ മകന് നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കുകയുമാണ് ചെയ്തത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെയാണ് 27-ാം തീയതി 7 എന്ന ഡേറ്റിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഈ മക്കളുടെ വിവാഹം കഴിയുകയും അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ മക്കൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. തന്നെയുമല്ല, ഈ മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഡെയിലി ബ്രെഡിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു 40 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യവും നടക്കുമെന്ന് ഈ മകൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയായിരുന്നു. ആ 40 ദിവസത്തിനുള്ളിൽ തന്നെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകളുടെ പ്രാർത്ഥനയും ഈശോയും അമ്മയും കേൾക്കുകയാണ്. അങ്ങനെയാണ് ഈ മകളുടെയും മകൻ്റെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് വിവാഹം കഴിഞ്ഞ് മക്കൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. അമ്മയുടെ രോഗസൗഖ്യം അതുപോലെ തന്നെയാണ്. നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അമ്മയ്ക്ക് രോഗസൗഖ്യവും മകന് ഉള്ള ശ്വാസകോശ ഇൻഫെക്ഷനും പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ, ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ, അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാകട്ടെ എന്ന് കേട്ട സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുകയാണ്. നമ്മുടെ ഓരോ ഹൃദയാഭിലാഷങ്ങളും നമ്മൾ നിയോഗമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ഉദ്യമങ്ങൾ ഈശോയുടെയും അമ്മയുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് എങ്കിൽ, ദൈവത്തിൻ്റെ ഹൃദയം അനുസരിച്ചാണെങ്കിൽ ആ ഓരോ ഉദ്യമങ്ങളും സഫലമാക്കുന്നതായിട്ടാണ് നാം ഓരോ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതം നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു തരുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ ഉദ്യമങ്ങളും സഫലമാകുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജോമോൾക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. തരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജീൻ ജോയ്. ഞാൻ കാലടി സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ജിനി ജോയ്. ഇതെൻ്റെ അമ്മച്ചി എൽസി ഔസേപ്പ്. ഞാൻ എൻ്റെ നഴ്സിംഗ് പഠനകാലത്ത് മാതാവ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. 10ാം ക്ലാസ്സിലും +2ലും ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പം ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനം കണ്ടതിൻ്റെ ഫലമായിട്ട് എനിക്ക് 10ലും +2ലും ഉന്നത വിജയം ലഭിച്ചു. നഴ്സിംഗ് 2019 ഞാൻ 10ാം ക്ലാസ്സിൽ എക്സാം എഴുതിയത്. ആ സമയത്ത് കൃപാസനത്തിൽ വരികയും അമ്മയുടെ ഒപ്പം ഉടമ്പടി ധ്യാനം ഇവിടെ കൂടുകയും ചെയ്തു. എനിക്ക് ഫുൾ A+ ലഭിച്ചു. പിന്നെ +2ലും ഇതുപോലെ തന്നെ അമ്മയുടെ ഒപ്പം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ധ്യാനം കൂടുകയും അതിൻ്റെ ഫലമായിട്ട് എനിക്ക് +2ൽ 5 A+ഉം 1 Aയും ലഭിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2021 നഴ്സിങ്ങിന് സെൻറ്റ് തെരേസാസ് കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂരിൽ ചേർന്നു. നഴ്സിംഗ് ഫസ്റ്റ് ഇയറിൻ്റെ സമയത്ത് എനിക്ക് പഠിക്കാൻ പരീക്ഷാ സമയങ്ങളിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ആ സമയത്ത് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. പിന്നെ ബൈബിൾ വായിക്കുമായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ കുർബാനയുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പങ്കെടുക്കുമായിരുന്നു. എക്സാം സമയത്ത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ തൈലം പുരട്ടിയിട്ടാണ് പോകാറ്. പിന്നെ എക്സാം ഹാളിൻ്റെ ഉള്ളിൽ ഞാൻ ഉപ്പിടുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഫസ്റ്റ് ഇയറിൻ്റെ പരീക്ഷ ഒരു വിഷയം ഞാൻ എഴുതുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി. ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോവുകയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് കരഞ്ഞ് പറഞ്ഞു, ഞാൻ കിട്ടാൻ വഴിയില്ല, എനിക്ക് ഭയങ്കര പാടായിരുന്നു, ക്വസ്റ്റ്യൻ നമ്പർ ഭയങ്കര
മാറിയൊക്കെ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ മാതാവിനെ മുറുക്കെ പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, വിശ്വാസ പ്രമാണം ചെല്ലുക, അതുപോലെ തന്നെ പ്രതിഷീകരണ പ്രാർത്ഥനയും ചൊല്ലി മാതാവിനെ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിക്കുകയും പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും വിശ്വാസ പ്രമാണം എല്ലാം ചൊല്ലുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നഴ്സിംഗിലെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സാവുകയും എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടുകയും ചെയ്തു. ഇതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും എനിക്ക് പരീക്ഷാ സമയങ്ങളിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നി. പക്ഷെ ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാ പരീക്ഷാ സമയങ്ങളിലും ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും തൈലം പുരട്ടിയിട്ടാണ് എല്ലാ പ്രാവശ്യവും എക്സാമിന് പോവുകയും ചെയ്യുക. പിന്നെ എക്സാം ഹാളിൽ ഉപ്പിടുകയും ചെയ്തിരുന്നു. ഇതുപോലെ തന്നെ എല്ലാ വർഷവും പരീക്ഷാ സമയങ്ങളിൽ എനിക്ക് ചില വിഷയങ്ങളിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ സമയങ്ങളുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അമ്മേനെ വിളിച്ച് കരഞ്ഞ് പറയാറുണ്ട്. അപ്പോഴും അമ്മേനെ എന്നോട് പറയുന്നത് മാതാവിനെ മുറുകെ പിടിച്ചാൽ മതി എന്ന് മാത്രമാണ്. അങ്ങനെ ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എല്ലാ വർഷവും നല്ല രീതിയിൽ പാസ്സാവാൻ എനിക്ക് സാധിച്ചു. സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ക്ലാസ്സും തേർഡ് ഇയറിൽ ഡിസ്റ്റിങ്ഷനും ഫോർത്ത് ഇയറിലും ഫസ്റ്റ് ക്ലാസ് എനിക്ക് ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോർത്ത് ഇയറിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് റാങ്ക് ലഭിക്കണമെന്ന്, ഏതെങ്കിലും ഒരു വിഷയത്തിന് റാങ്ക് ലഭിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ ഞാൻ ഒരു പേപ്പറിൽ എഴുതിയിട്ടു എനിക്ക് റാങ്ക് ലഭിക്കണം എന്ന് ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ അടിയിൽ എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വർഷം ഞാൻ പഠിച്ചിറങ്ങി. ഫോർത്ത് ഇയറിൻ്റെ റിസൾട്ട് വരണേക്കാൾ മുമ്പ് നാട്ടിലായിരുന്നപ്പോൾ ഞാൻ എൻ്റെ കുടുംബവും കൂടിയിട്ട് ഒരു കുടുംബ നവീകരണ ധ്യാനത്തിന് പോയിരുന്നു. അവിടെ വെച്ചൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് റാങ്ക് ലഭിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്, എനിക്ക് റാങ്ക് വേണ്ട മാതാവേ എന്ന് ഞാൻ പറഞ്ഞു. അത് അർഹതപ്പെട്ടവർക്ക് കൊടുത്തേക്ക്. കാരണം ഞാൻ ക്ലാസ്സിലൊക്കെ എപ്പോഴേലും കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇരുന്നൊന്നും പഠിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ എനിക്ക് വേണ്ടത് ക്ലാസ്സിൽ കുറേ പഠിക്കുന്ന വേറെ കുട്ടികളുണ്ട്, അവർക്കൊക്കെ കൊടുത്തേക്ക്, അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുത്തേക്ക്, എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സാന്ന് പറഞ്ഞു. അതിൻ്റെ നന്ദി മാതാവിനോട് പറയാനായിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ കൃപാസനത്തിൽ വന്ന് നന്ദി പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ തലേ ദിവസം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഉടുമ്പടി എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പേടിയുണ്ട്. കാരണം അത് കൃത്യമായി പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് രാത്രിയാണ് റാങ്ക് ലിസ്റ്റ് വന്നതും എനിക്ക് ഫസ്റ്റ് ഇയറിൽ അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന വിഷയത്തിന് എനിക്ക് 8th റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ചു എന്നറിഞ്ഞതും. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹത്താൽ മാത്രമാണ് എനിക്ക് കിട്ടിയത്. കാരണം ക്ലാസ്സിൽ അത്രയും ചുരുക്ക പേർക്ക് മാത്രമാണ് കിട്ടിയത്. അതിൻ്റെ ഇടയിൽ എന്നെയും ചെറുക്കുക എന്നുള്ളത് എന്നെ കൊണ്ട് എനിക്ക് ഒരിക്കലും കഴിയില്ലായിരുന്നത്. എനിക്ക് അസാധ്യമായൊരു കാര്യം മാതാവ് എനിക്ക് സാധ്യമാക്കി തന്നു. അപ്പോൾ എനിക്കതിന് 1000 മാതാവിനോട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഞാൻ എന്തായാലും ഉടമ്പടി എടുക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം തന്നെ ഞാൻ കൃപാസനത്തിൽ വന്നപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തു. ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് 2 മാസമായി. എനിക്ക് ഉടമ്പടി ജീവിതത്തിൽ ആദ്യം എനിക്ക് കൃപാസന പത്രണം എല്ലാവർക്കും കൊടുക്കാനൊക്കെ ആദ്യമൊരു മടിയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പം ഞാൻ കുറച്ചുകൂടി ആത്മീയമായി വളർന്നു. പണ്ട് ഞാൻ ഹോസ്റ്റലിലായിരുന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോയിരുന്നു. പക്ഷെ അത് അത്ര ആത്മീയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ സിസ്റ്റർമാരുടെ നിർബന്ധമായിരുന്നു എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുക എന്നുള്ളതൊക്കെ. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുർബാനയ്ക്കൊക്കെ പോയിരുന്നത്. പക്ഷെ ബൈബിളെല്ലാം വായിക്കുമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ ആരും നിർബന്ധിച്ചുകൊണ്ട് മാത്രമല്ല, എനിക്ക് ആരും നിർബന്ധിച്ചില്ല എന്നോട് കുർബാനയ്ക്ക് പോകണം എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ എൻ്റെ ഇഷ്ടപ്രകാരം തന്നെ കുർബാന കൂടണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്. ചെറിയ ചെറിയ രീതിയിൽ എന്നെ കൊണ്ട് സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഇത്രയും നല്ല അനുഗ്രഹം നൽകിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജിനി ജോസ്. ഞാൻ 2019 കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. 2019 ഞാനും മകളും ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുകയും 2019, 20, 21 വർഷങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് ലഭിച്ച അനുഗ്രഹത്തെപ്പറ്റി എൻ്റെ മകൾ സംസാരിക്കുകയുണ്ടായി. 2021 മുമ്പ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ 2021 ഡിസംബർ മാസം ഞാൻ ഇറ്റലിയിലേക്ക് പോയി ജോലിക്കായിട്ട്. 2022 നവംബർ മാസം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. എല്ലാവർക്കും ആഗ്രഹം പോലെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ആളുകളുടെ സാക്ഷ്യം കേട്ടിട്ട്
എനിക്കും മാതാവിൻ്റെ ഒരു പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ മാതാവിൻ്റെ നിന്ന് സുഗന്ധമുണ്ടാകുന്നു എന്ന് പറയുന്നതൊക്കെ കേൾക്കുമായിരുന്നു. അതുപോലെ എൻ്റെ കുടുംബത്തിനും അങ്ങനെ ഒരു അനുഗ്രഹം വേണമെന്ന് ഞാൻ മാതാവിനോടും ഈശോടും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഭർത്താവിന് സ്വപ്നത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, കൊന്ത ധരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിന് കൃപാസന മാതാവിൽ കൂടുതൽ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം എൻ്റെ ഭർത്താവ് കൊന്ത ധരിക്കുകയും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവിന് കൃപാസന മാതാവിൽ വിശ്വാസമുണ്ടായി. 2025 എൻ്റെ ഭർത്താവ് ആത്മീയമായി ഉന്നതിയിലേക്ക് വന്നിരുന്നു. 2025 ജൂലൈ മാസത്തിൽ എൻ്റെ അമ്മച്ചിക്ക് കടുത്ത പനിയും ലൂസ് മോഷനും ഛർദിയും വയറുവേദനയും ഉണ്ടായി. ഒരാഴ്ച അടുത്തുള്ള ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും അമ്മച്ചിക്ക് കുറവില്ലാത്തത് കണ്ടപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അമ്മച്ചിക്ക് എത്രയും വേഗം യൂട്രസ് റിമൂവ് ചെയ്യണമെന്നും യൂട്രസിൽ ഭയങ്കര കട്ടിയാണ്, കിഡ്നിയിലും പിത്തസഞ്ചിയിലും സിസ്റ്റാണെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ LF ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കുകയും അമ്മച്ചിക്ക് ഞാനും എൻ്റെ ചേച്ചിയും ഉടുമ്പടി ഉപ്പും തൈലവും എന്നും പുരട്ടി കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി അവിടെ ബയോപ്സിക്ക് എടുക്കുകയും ബയോപ്സി റിസൾട്ടിൽ അമ്മച്ചിക്ക് ഒരു കുഴപ്പവുമില്ല, 6 മാസം കഴിയുമ്പോൾ ഒന്നും കൂടി ചെക്കപ്പ് നടത്തണമെന്നും ഓപ്പറേഷൻ വേണ്ട എന്നും പറഞ്ഞു. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തു, അതിലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് നൽകിയ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി. അടുത്തതായിട്ട് എൻ്റെ അപ്പച്ചൻ്റെ കാര്യമാണ്. ഞങ്ങളുടെ വീടും സ്ഥലവും എയർപോർട്ട് വന്നപ്പോൾ എയർപോർട്ടിന് വേണ്ടി എടുത്തിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ സഹോദരന് ജോലി ലഭിക്കുകയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സഹോദരൻ ആ ജോലിയിൽ നിന്ന് പോരുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും വരുമാന മാർഗമില്ലാതെയായി. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പച്ചന് എയർപോർട്ടിൽ കാറ് ഇട്ട് ഓടിക്കുന്നതിനുള്ള പെർമിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അപേക്ഷ നൽകി. കുറേ നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞാനും എൻ്റെ ചേച്ചിയും ഉടമ്പടി നിയോഗത്തിൽ വച്ചിരുന്നതിൻ്റെ ഫലമായും ഉടമ്പടി ഉപ്പ് ആ ഓഫീസിനും അടുത്ത് ഫ്രണ്ടിലായിട്ട് വിതറിയതിൻ്റെ ഫലമായും നിരന്തരമായ പ്രാർത്ഥനയിലും ആ പെർമിറ്റ് അപ്പച്ചന് ലഭിക്കുകയും അവർക്കൊരു വരുമാന മാർഗമാവുകയും ചെയ്തിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ആത്മീയമായിട്ട് ഞാൻ അങ്ങനെ വളർന്നിരുന്നില്ല. വിശുദ്ധ കുർബാനയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം പങ്കെടുക്കുകയും കുമ്പസാരം ഇടയ്ക്ക് മാത്രം ചെയ്യുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും മാസത്തിൽ 2 പ്രാവശ്യം കുമ്പസാരിക്കുകയും ചെയ്തു പോന്നിരുന്നു. കുടുംബ പ്രാർത്ഥനയിൽ എന്നും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്നും രാവിലെയുള്ള അനുദിന അനുഗ്രഹ പ്രാർത്ഥന സ്റ്റാറ്റസ് ഇടുകയും ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും ഉടമ്പടി ധ്യാനവും ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. കൃപാസന പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടി ഇത് ലഭിക്കുന്ന എല്ലാവർക്കും മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നൽകുമായിരുന്നു. കഴിഞ്ഞ മാസം ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയപ്പോൾ കന്നഡ പത്രം കൊണ്ടുപോയി വിതരണം ചെയ്തിരുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാനും എൻ്റെ ചേച്ചിയും എല്ലാ മാസവും 25 അല്ലെങ്കിൽ 30 പേർക്ക് ഭക്ഷണം ഒരുക്കുകയും റോഡ് സൈഡിലിരിക്കുന്ന സഹോദരങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയും മരുന്നിനും മറ്റുള്ള ആവശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നവർക്ക് ഞങ്ങളത് നൽകുകയും ചെയ്തു പോന്നിരുന്നു. ഇത്രയും നൽകിയ അനുഗ്രഹങ്ങൾക്ക് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. 126 സങ്കീർത്തനം 6 തിരുവചനമാണ്. ഇവിടെ തൻ്റെ മകളും അമ്മയും ഒരുമിച്ച് കുടുംബം ഒന്നിച്ച് നിന്ന് പറയുന്ന സാക്ഷ്യം, ജെയിൻ എന്ന തൻ്റെ മകള്, ആ മകൾക്ക് എങ്ങനെയാണ് തൻ്റെ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ കൂടെ വന്ന് ഇവിടെ 2019 വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ മകൾക്ക് ഘട്ടം ഘട്ടമായി 10+2 തൻ്റെ ജീവിതത്തിൽ താനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്ന മകൾ എങ്ങനെ നല്ല റിസൾട്ടൊക്കെ ആ മകൾക്ക് കിട്ടിയെന്നും പിന്നീട് താനിപ്പോൾ BSc നേഴ്സിംഗ് കഴിഞ്ഞു നിൽക്കുന്ന ഒരു മകളാണ്. എങ്ങനെയാണ് തനിക്ക് അനാട്ടമിയും പിന്നെ ഏത് സബ്ജക്റ്റാണ് അനാട്ടമി എന്നുള്ള ആ വിഷയത്തിന് ആ മകൾക്ക് 8th റാങ്ക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുവാനിടയായതെങ്ങനെ? തനിക്കൊരിക്കലും അതിന് യോഗ്യതയില്ല എന്ന് തന്നെയാണ് ജെയിൻ പറയുന്നത്. തന്നേക്കാൾ കൂടുതൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ആദ്യമേ തൻ്റെ ആഗ്രഹം മാതാവിനോട് സമർപ്പിച്ചെങ്കിലും തനിക്കിനി അത് വേണ്ട,
തനിക്കതിനുള്ള യോഗ്യതയില്ല, പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടട്ടെ എന്നൊക്കെ ഈ മകൾ തന്നെ അത് വീണ്ടും ഇവിടെ പറയുകയുണ്ടായി. എന്നാൽ ഈ ഒരു കൃപ, യോഗ്യതയില്ലാത്ത ഈ കൃപ ഞാൻ ഈ മകൾക്ക് കൊടുത്താൽ ഈ ജെയിൻ എന്ന മകള് എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? ഈശോ തീർച്ചയായും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനങ്ങളിലൊക്കെ പറയുന്നത് പോലെ ആ ഈശോയുടെ ചിന്തയിൽ ഈ മകൾക്ക് സ്ഥാനമുണ്ടായി. അങ്ങനെ തനിക്ക് റിസൾട്ട് വന്ന്, തനിക്ക് യോഗ്യതയില്ലാത്ത റിസൾട്ട് കിട്ടിയപ്പോഴേ കൃപാസനത്തിൽ വന്ന് ഈ മകൾ ഉടമ്പടി എടുത്ത് ഇന്ന് ആരും ഫോഴ്സ് ചെയ്യാതെ തൻ്റെ ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. തനിക്ക് തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ കൂദാസ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, പ്രാർത്ഥനാ ജീവിതം എത്രമാത്രം ഈശോയോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്നു, ഇതൊക്കെ ജെയിൻ ഇവിടെ പറയുകയുണ്ടായി. വീണ്ടും തൻ്റെ പപ്പയ്ക്ക്, അതായത് തൻ്റെ ഹസ്ബൻഡിന് എങ്ങനെയാണ് വിശ്വാസ ജീവിതത്തിൽ മാറ്റം വന്നതെന്ന് അമ്മ ജിനി ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. ആ മകന് അമ്മ പ്രത്യക്ഷപ്പെട്ട് കൊന്ത ധരിക്കാൻ പറഞ്ഞു എന്നാണ് പറയുക. അങ്ങനെ ആ മകൻ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ തൻ്റെ വിശ്വാസ ജീവിതം വിശ്വസ്തയോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. കൃപാസന മാതാവിലെ വിശ്വാസമില്ലാതിരുന്ന മകൻ ഇന്ന് അമ്മയുടെ ഏറ്റവും വലിയ ഒരു അനുയായിയായി മാറുന്നു. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനായി മാറിയിരിക്കുന്നു. തൻ്റെ അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം, അതുപോലെ തൻ്റെ പിതാവിന് പെർമിറ്റ്, അതൊക്കെ ഒരു വരുമാന മാർഗം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് പിന്നീട് അതെല്ലാം ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആ ഉപ്പ് സ്ഥാപിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുണ്ട്, നാം യോഗ്യരല്ല, ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഇനി കർത്താവ് മാത്രമേ ഇവിടെ പ്രവർത്തിക്കുവാനുള്ളൂ. അതുതന്നെയാണ് തിരുവചനം നമ്മോട് അരുളി ചെയ്യുന്നത്. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. ഇന്ന് ഈ കുടുംബം, ഇന്നിവിടെ ഈ അൾത്താരയിൽ, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ നമ്മോട് പങ്കുവയ്ക്കുന്നത് ഇതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരുന്ന് നിങ്ങൾ ഓരോരുത്തരും, നാം ഓരോരുത്തരും ഇന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് ഒത്തിരിയുണ്ട്. എന്നാൽ ഈ നിയോഗങ്ങൾ അമ്മയുടെ തിരുനടയിൽ നാം സമർപ്പിക്കുമ്പോൾ അമ്മ നടക്കുന്ന മണ്ണാണിത്, അത് നമുക്ക് മറക്കാതിരിക്കാം. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ, അമ്മയുടെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ നിന്നുകൊണ്ട് അനേക ആയിരങ്ങളുടെ ജപമാലകളോട് ചേർത്താണ്, എത്രയോ ദിവ്യ ബലികളോട് ചേർത്താണ്, ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തോട് ചേർത്താണ് നാം ഇതെല്ലാം പ്രാർത്ഥിക്കുക. ഈ ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. നമുക്കിതിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ നേടാം. കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. നാമത്തിൽ മഹത്വം. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കിയതിൽ എനിക്ക് അനുഗ്രഹം അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീവത്സ, ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൻ ശ്രീജിത്ത്. കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ ചേച്ചിയുടെ മകൾ മുഖാന്തനെയാണ്. അവൾ ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തു. അതിന് ശേഷം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞമ്മ വന്ന് ഉടമ്പടി എടുക്കണം, അപ്പം എല്ലാം നല്ലതായിട്ട് വരും കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു. അങ്ങനെ പത്രമൊക്കെ കൊണ്ടുവന്ന് ഞാനതെല്ലാം വായിച്ചപ്പം ഓരോ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ മോൻ കല്യാണം കഴിച്ചതിന് ശേഷം 4 വർഷമായി മക്കളില്ലായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പ്രാർത്ഥിച്ചു. അതിന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തുവന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ മോളുടെ അടുത്തോട്ട് ഞങ്ങൾ കൊണ്ടുവിട്ടായിരുന്നു. പഞ്ചാബിലായിരുന്നു മോൻ, ആർമിയിൽ ജോലി. അങ്ങനെ മോളെ കൊണ്ടുവിട്ടതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാമെന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ മോനൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി. അങ്ങനെ വന്നതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാനും ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ചു, എത്രയും പെട്ടെന്ന് എൻ്റെ മോനൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മോള് പ്രഗ്നൻ്റ് ആയെന്ന് മോള് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്നു. ഇപ്പോൾ 7 മാസമായി. കുഞ്ഞിനെ കൊണ്ട് 5 മാസമായപ്പോൾ ഞങ്ങളിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിൻ്റെ എല്ലാ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് കുഞ്ഞുമായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത നിയോഗം വെച്ചത് എൻ്റെ ഈ മോന് വേണ്ടിയിട്ട്, ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. അവന് 1.5 വർഷം കൊണ്ട് ജോലി ഇല്ലാതെ അബുദാബിയിലായിരുന്നു ആദ്യം. അവിടെ നിന്ന് പിന്നെ ജോലി ഇല്ലാതെ വന്നിട്ട് ഇവിടെ വന്ന് നാട്ടിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ പുറത്തോട്ട് പോകണമെന്നും പറഞ്ഞ് വന്ന് അങ്ങനെ 1.5 വർഷം കൊണ്ട് ആ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു. മോൻ പറഞ്ഞു അമ്മ ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ
ഞാൻ മോൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഉടമ്പടിയിൽ കുറച്ച് വീഴ്ചകളൊക്കെ ഉണ്ടായി. അങ്ങനെ പെട്ടെന്ന് സാധിച്ചില്ല. പിന്നെ മോനും കൂടെ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ പെട്ടെന്ന് പേപ്പറുകളൊക്കെ നീങ്ങാൻ തുടങ്ങി, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ 2 മാസത്തിന് മുമ്പ് സബ്മിഷൻ കഴിഞ്ഞു. ലാക്വേയിലോട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ സബ്മിഷൻ കഴിഞ്ഞ് ഇപ്പം മോന് ടിക്കറ്റും വിസയും എല്ലാം കിട്ടി. ഈ മാസം 11-ാം തീയതി മോൻ ലാക്വേക്ക് പോവുകയാണ്. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് 35 വർഷമായി മൈഗ്രെയിൻ ആയിരുന്നു. അത് ഒരുപാട് ലോകത്തിന് പോകാൻ ഡോക്ടർമാരില്ല. ഒരുപാട് അടുത്ത് പോയി ഡോക്ടർമാരുടെ TNT-കളെയൊക്കെ കണ്ട് സ്കാനിങ് തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, തലയ്ക്ക് സ്കാനിങ്ങുകൾ തന്നെ. അപ്പോഴെല്ലാം അവരെല്ലാം മൈഗ്രെയിനാ, കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു പ്രായമായി കഴിഞ്ഞാൽ മാറത്തോളം എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് മരുന്നൊക്കെ കഴിച്ചു, ആയുർവേദം കഴിച്ചു, ഹോമിയോ കഴിച്ചു, എന്നിട്ടൊന്നും ഒരു കുറവില്ല. ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ മാസത്തിലൊരു 3 നാളും തലവേദന വന്നാൽ ഞാൻ 10-12 ദിവസം ഞാൻ കിടപ്പാണ് വീട്ടിൽ. ഒരു തലവേദന വന്നാൽ 4 ദിവസം ഞാൻ എണീക്കത്തില്ല, ആഹാരം പോലും കഴിക്കാതെ ഞാനങ്ങ് കിടക്കും. അത്രയ്ക്ക് കടുത്ത തലവേദനയായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഉപ്പും തൈലവും എല്ലാം ഇവിടുന്ന് കിട്ടിയ ഉയർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് മുതൽ എൻ്റെ മൈഗ്രെയിന് ഒരുപാട് മാറ്റം ഉണ്ടായി. ഇപ്പോൾ 90% എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ മൈഗ്രെയിൻ മാറി. ഇപ്പോൾ അടുത്ത് ഇച്ചിരി പ്രാർത്ഥനയ്ക്ക് ഇച്ചിരി കുറവും ഉണ്ട്. എന്തായാലും കുഞ്ഞുണ്ടായതുകൊണ്ട് വീട്ടിൽ ഇച്ചിരി സമയക്കുറവുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഇച്ചിരി കുറവുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു തലവേദന വരും. എന്നാലും അത് ഞാൻ തൈലം ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപ്പും തേനും ഒക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് കുടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് പെട്ടെന്ന് നിശേഷം അങ്ങ് മറ്റേ ഒരു തലവേദന വന്നാൽ എനിക്ക് ഗുളിക കഴിക്കാതെ ഞാൻ മാറത്തില്ല. ഒരുപാട് പെയിൻ കില്ലർ ഞാൻ കഴിച്ചതായിരുന്നു. ഇപ്പം എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടിയതിന് ശേഷം എനിക്ക് ഗുളികയെ കഴിക്കണ്ട. ഞാനൊരു തലവേദന വന്നാലും ഉടനെ തൈലം തൂത്താണ്, എൻ്റെ മാതാവിൻ്റെ തൈലം തൂത്താണ് എനിക്ക് എൻ്റെ മൈഗ്രെയിൻ പെട്ടെന്ന് 1/2 മണിക്കൂറിനകം എനിക്കങ്ങ് മാറിക്കിട്ടും. പിന്നെ അടുത്ത സാക്ഷ്യം പറയാനുള്ളത്, എനിക്ക് കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഉറക്കമില്ലാത്ത ഒരു അസുഖമായിരുന്നു. എന്തെങ്കിലും ചെറിയ ടെൻഷൻ ഉണ്ടായാൽ പോലും ഞാൻ ഉറക്കം വരത്തില്ല എനിക്ക്. അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ ഉണ്ടായത്. അതിനുശേഷം ഇപ്പം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ നല്ല സുഖമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നല്ലതുപോലെ ഉറങ്ങും. എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്, ഞാൻ അനാഥാലയത്തിൽ കൊണ്ടുവന്ന് ഞാൻ ഫുഡിനുള്ള അരിയും സാധനങ്ങളും പച്ചക്കറികളും ഒക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും. അവിടെ 1-2 അനാഥാലയങ്ങളുണ്ട്. അവരെ പോയി കാണുകയും ആ രോഗികളുടെ എല്ലായിടത്തും ഞാൻ തൈലം കൊണ്ടുവന്ന് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം പ്രാർത്ഥിക്കുക, എല്ലാവർക്കും സൗഖ്യം കിട്ടാൻ വേണ്ടി. പിന്നെ പത്രം കൊണ്ടുവന്ന് ഞാൻ പള്ളികളിലും ഹോസ്പിറ്റലിലും ഒക്കെ കൊടുക്കാറുണ്ട്. എല്ലായിടവും കൊണ്ടുവന്ന് പത്രം വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. ഇതുവരെ അത് മുടങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ എവിടെ വയ്യാത്ത ഏതൊരു രോഗിയെ കണ്ടാലും പോകുന്ന വഴിക്ക് റോഡ് സൈഡിലെല്ലാം കണ്ടാലും ഞാൻ അവർക്കെല്ലാം പൈസയായിട്ട് ദാനകർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പ്രാർത്ഥനകളെന്ന് പറഞ്ഞാൽ ജപമാല ഒരു ദിവസവും ഞാൻ ജപമാല ചൊല്ലാതിരിക്കത്തില്ല. എന്നും ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ യാത്രകളൊക്കെ പോകുമ്പോഴായാലും ഞാൻ മിക്കവാറും കൂടുതൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ബൈക്കിലും ഒക്കെയാണ് യാത്ര പോകുന്നത്, ഒത്തിരി ദൂരെ ആയാലും. അപ്പോഴെല്ലാം ഞാൻ ഏത് യാത്ര എവിടെ പോയാലും ഞാൻ ആ ബൈക്കിലിരുന്ന് തന്നെ ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു. വിശ്വാസപ്രമാണം എല്ലാം ചൊല്ലിയാണ്. അതുകൊണ്ട് ഒരു കുഴപ്പവും ഇതുവരെ ഏത് പോയ വഴിക്കും സുഖമായിട്ട് തന്നെയാണ് ഞങ്ങൾ തിരിച്ചിട്ട് വീട്ടിൽ വരുന്നത്. ഒരു കുഴപ്പവും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടായിട്ടില്ല. ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. ഒരു പോകുന്ന വഴിക്ക് എപ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലും. ഇപ്പോഴായാലും ഇന്നായാലും ഇങ്ങോട്ട് വന്നപ്പോഴായാലും ഞങ്ങൾ കാറിലിരുന്നാലും ഞാൻ വെളുപ്പിനെ തൊട്ട് ഞാനിരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി ജപമാല ചൊല്ലി പ്രാർത്ഥന തന്നെ, അച്ഛൻ്റെ പ്രാർത്ഥന തന്നെ ഞാൻ ഡെയിലി ബ്രെഡ് കാറിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എവിടെ പോയാലും ആ പ്രാർത്ഥനകളെല്ലാം പോകുന്ന വഴിക്ക് തന്നെ ഇരുന്ന്, ബസ്സിലായാലും ഇരുന്ന് ഞാൻ പ്രാർത്ഥന ചെല്ലാറുണ്ട്, മുടക്കത്തില്ല. സായാഹ്ന പ്രാർത്ഥന ആയാലും ഞാൻ കറക്റ്റ് സമയത്ത് ചെല്ലുന്നുണ്ട്. ഇത്രയൊക്കെ എല്ലാ അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളായി. ഇപ്പോൾ പൂർണ്ണമായിട്ടും എൻ്റെ തലവേദന ഇത്രയും മാറിയപ്പോൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എൻ്റെ കുടുംബത്തിലുമെല്ലാം നല്ല മാറ്റങ്ങളുണ്ട്. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. ഒരു കുഞ്ഞിനെയൊക്കെ തന്ന് അനുഗ്രഹിച്ചപ്പോഴത്തേക്ക് അതിലും പൂർണ്ണ സന്തോഷമുണ്ട് ഇപ്പോൾ വീട്ടിൽ. പിന്നെ എൻ്റെ മോനിപ്പം ജോലിയും കൂടെ ആയപ്പോഴത്തേക്ക് അതിലും എല്ലാ സന്തോഷമുണ്ട്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോപ്പായിക്കും കൂടാനുകൂടി നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ട് ഞാൻ ഈ ഉടമ്പടിയിൽ തന്നെ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ജീവിക്കുമെന്ന് എൻ്റെ ഈശോയോട് ഉറപ്പ് പറയുന്നു. എൻ്റെ മോന് 2 വാക്ക് പറയാനായിട്ട് ഞാൻ കൊടുക്കുകയാണ്. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. അമ്മ പറഞ്ഞ പോലെ ആദ്യം ഞാൻ അമ്മയെ കൊണ്ടാണ് ഉടമ്പടി എടുപ്പിച്ചത്. കാരണം നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരല്ലയോ, ഉഴപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യത്തില്ലെന്ന് വെച്ചിട്ട് ഞാൻ അമ്മയെടുത്താണ് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത്. പിന്നെ അമ്മ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചതിനെക്കാട്ടി കൂടുതൽ എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പിന്നെ അമ്മ പറഞ്ഞ പോലെ
എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ആ ജോലി കളഞ്ഞിട്ടാണ് വന്നത്. കാരണം നമ്മുടെ കൂട്ടുകാരൻ്റെ വാക്ക് കേട്ട് പുറത്തോട്ട് പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനത് നഷ്ടപ്പെടുത്തിയിട്ട് വന്നത്. ഇവിടെ വന്നിടയ്ക്ക് ഒന്നും ശരിയാവുന്നില്ല, തടസ്സങ്ങളായിരുന്നു. 1-2 വർഷമായിട്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ഒരു റിജക്ഷനും കാര്യങ്ങളും എല്ലാം വന്ന് ഞാൻ ഇവിടെ 16/7/2025 ഉടമ്പടി എടുക്കുന്നത്. എനിക്കിപ്പോൾ VFSൻ്റെ ഡേറ്റ് വന്നത് ജനുവരി 27 ഇപ്പം ഇന്നലെയാണ് പോയി ഞാൻ ടിക്കറ്റ് മേടിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഇവിടെ വന്ന് അമ്മയെടുത്ത് നന്ദി പറയിട്ട് പോകാൻ വേണ്ടിയാണ് ഒന്ന് അച്ഛനെ കാണുമായിരുന്നു. എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായതും എനിക്കിപ്പോൾ ജോലി ശരിയായതും. ഞാനിപ്പോൾ 11-ാം തീയതിയാണ് ഞാൻ പോകുന്നത്. പിന്നെ ഞാൻ അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാനും അമ്മയും കൂടെ പോയാണ് അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കാനും അരിയും സാധനങ്ങളും എല്ലാം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പത്രം ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ലാറ്റ്വിയയിലോട്ടാണ് ഞാൻ പോകുന്നത്. എല്ലാത്തിനും നന്ദിയുണ്ട്. അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും നന്ദി. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്തരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വശിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 3-ാം വചനമാണ്. ദൈവം നമ്മുടെ ശൂന്യതയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ്. വരണ്ട ഭൂമിയിലെ ജലവും ആത്മീയമായി ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൃപയും ഉണങ്ങിയ വരണ്ട നിലത്ത് അരുവികളും തുറന്നു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നിരാശയിൽ പ്രത്യാശയും ഉടമ്പടിയിൽ ദൈവം തൻ്റെ കൃപയുടെ ജലമാണ് നമ്മിലേക്ക് ഒഴുക്കുന്നത്. വരണ്ട ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിറയുമ്പോഴും പ്രശ്നങ്ങളിൽ ആത്മീയ ഉണർവും ഉടമ്പടിയിൽ മാത്രം നാം ലഭിക്കുന്നതാണ്. ഓരോ സാക്ഷ്യങ്ങളിലും മനസ്സിലാക്കുന്നതും അതുതന്നെയാണ്. എന്തു ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് ആ വരണ്ട ഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ പുതിയ ഒരു ജലം നൽകി, ഒരു നീരുറവ നൽകി നമ്മെ പുതിയ വഴിയിലേക്ക് നടത്തുന്നതാണ് ഉടമ്പടി. ഒരു പുതിയ അരുവി തന്നെയാണ് നമുക്ക് വേണ്ടി ഒഴുകി തരുന്നത്. നമ്മുടെ ജീവിതത്തിലും സന്തതികളുടെ ജീവിതത്തിലും മക്കൾ അനുഗ്രഹമായിട്ടാണ് ഉടമ്പടി മക്കളുടെ ഓരോ സാക്ഷ്യത്തിലും മനസ്സിലാക്കുന്നത്. ശ്രീവത്സ എന്ന മകളുടെ സാക്ഷ്യത്തിലും ഈ സഹോദരി പറഞ്ഞതുപോലെ ആദ്യമൊക്കെ പത്രമാണ് കിട്ടിയത്. ആ പത്രം വായിക്കുകയും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. 4 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞില്ലായിരുന്നു. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 4 വർഷം സാധിക്കാത്ത കാര്യമാണ് ഉടമ്പടിയെടുത്ത് 1 മാസം കൊണ്ട് മകൾ ഫോൺ വിളിച്ച് പറയുന്ന കൺസീവാണെന്ന്. ഉടമ്പടി ഉടനടി പരിഹാരം എന്നതുപോലെയാണ് സമയചുരുക്കത്തിൻ്റെ അമ്മ, സമയത്തിനമേൽ അധികാരമുള്ള സ്വാധീനമുള്ള അമ്മയോടാണ് നാം ഓരോ കാര്യവും നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. 4 വർഷം സാധ്യമാകാത്ത കാര്യമാണ് 1 മാസത്തിനുള്ളിൽ സാധ്യമാക്കി ഈ മക്കളെ അനുഗ്രഹിച്ചത്. പിന്നീട് ഇളയ മകൻ ശ്രീജിത്തിൻ്റെ കാര്യമാണ് മകൻ സാക്ഷ്യപ്പെടുത്തി. 1.5 വർഷത്തോളം ജോലിക്കായി ആഗ്രഹിച്ചു, ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. മകൻ ഉടമ്പടി എടുക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അമ്മയോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അമ്മ പ്രാർത്ഥിച്ചു. പിന്നീട് മകന് തന്നെ ബോധ്യപ്പെട്ടു, ഇനി ഞാൻ പ്രാർത്ഥിക്കാതെ പറ്റില്ല എന്നൊരു ബോധ്യമായി. പിന്നീട് ശ്രീജിത്ത് തന്നെ ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുത്തത് പെട്ടെന്ന് തന്നെ ഈ മകന് ജോലി ശരിയാവുകയാണ്. ഇവിടെയും ഉടമ്പടി എടുത്ത് ഉടനടി ഈശോയും അമ്മയും ഈ സഹോദരങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പെട്ടെന്ന് ജോലി ശരിയാവുകയും 9-ാം തീയതി മെയ് 11 ജോലിക്കായി പോവുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെയാണ് ഈ അമ്മയും മകനും ഇന്ന് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് നന്ദി പറഞ്ഞിട്ട് വേണം ഈ മകന് ജോലിക്ക് പോകുവാനായിട്ട്. അതുപോലെ തന്നെയാണ് 35 വർഷത്തോളം മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. പല ഡോക്ടേഴ്സിനെയും കണ്ടു, ഫലമില്ല. ഉടമ്പടി വസ്തുക്കളായ തൈലവും നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ വിശ്വാസ പ്രമാണം ചെല്ലിയതിൻ്റെ ഫലമായിട്ട് ഈ സഹോദരിക്ക് 35 വർഷം ഉണ്ടായിരുന്ന രോഗത്തിൽ നിന്നാണ് ഈശോയും അമ്മയും സൗഖ്യപ്പെടുത്തുന്നത്. ഇവിടെയും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിലും നമ്മുടെ ആ വരേണ്ട സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഡോക്ടേഴ്സ് പോലും ഫലമില്ലാത്ത എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ചിട്ടും ഫലമില്ലാത്ത അവസ്ഥയിൽ ഈശോയും അമ്മയുടെയും ഈ മക്കളെ അനുഗ്രഹിക്കുകയാണ്. ഇവിടെയും ഉടമ്പടി വസ്തുക്കളുടെ വിശ്വാസത്തോടെയുള്ള പ്രയോഗത്തിലാണ് രോഗസൗഖ്യം ലഭിക്കുന്നത്. ഉറക്കമില്ലായ്മയും അതുപോലെ തന്നെയാണ്.
പലർക്കും വിചാരിക്കും ഇതെന്താണ് ഉറക്കമില്ലായ്മ എന്ന്. പക്ഷെങ്കിൽ ഉറക്കമില്ലാതെ ഉറക്കളച്ച് രാത്രി കഴിക്കുന്ന മക്കൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. അങ്ങനെ അതും ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹത്താൽ ഉടമ്പടി എടുത്തതിന് ശേഷം നല്ലൊരു ഉറക്കം നൽകി, ഉറങ്ങാനുള്ള ഒരു അനുഗ്രഹം നൽകിയാണ് ഈ സഹോദരി അനുഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ കൂടുതൽ സമാധാനവും സന്തോഷവുമാണ് ഉടമ്പടി ജീവിതത്തിൽ വന്നതിൽ പിന്നെ ഈ കുടുംബം അനുഭവിക്കുന്നത്. ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ ദിവസവും ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹമാണ് ഇവരുടെ ജീവിതത്തിൽ. വരണ്ട ഭൂമിയിൽ ജലം നൽകുന്ന ദൈവം, ഉണങ്ങിയ നിലത്ത് അരുവികൾ തുറക്കുന്ന ദൈവം കൂടെയുണ്ടെങ്കിൽ നമുക്ക് എന്തിനു ഭയപ്പെടണം? ജീവിതത്തിൽ വരേണ്ട നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. അമ്മ മാതാവ് കൃപാസനം അമ്മയാണ് കൃപയിലേക്കുള്ള വഴി തുറന്നു തരുന്നത്, നമ്മെ കരം പിടിച്ച് ആ കൃപയിലേക്ക് നയിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2:5 പറയുന്നത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ്. പരിശുദ്ധ അമ്മയുടെ വചനം കേട്ട് നമുക്കും അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. ഉടമ്പടി വിശ്വസ്തയോടെ നയിക്കുമ്പോൾ ദൈവം നമ്മെ പുതുക്കും, ആത്മാവിൽ നിറയ്ക്കും. കൃപാസനം ഉടമ്പടി വഴി അമ്മയുടെ ഇടപെടലിലൂടെ ദൈവത്തിൻ്റെ ആത്മാവും അനുഗ്രഹവും നമ്മിൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ശ്രീവത്സയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയ എന്നെ എൻ്റെ അമ്മയും ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് റോബിൻ, ഇതെൻ്റെ അമ്മ. ഞങ്ങൾ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുളുങ്ങുന്നിൽ നിന്നാണ്. അവിടുന്ന് സെൻറ്റ് മേരീസ് ഇടവക അംഗമാണ് ഞാൻ. ഇവിടെ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എനിക്കൊരു വിദേശത്ത് ജോലി ശരിയാക്കി തന്നതാണ്. കൃപാസനത്തിൽ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 29/4/2025 എന്നിട്ട് ഉടമ്പടി ഞാൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അത് പാലിക്കുകയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം നവംബറിൽ എനിക്ക് ഉണ്ടായിരുന്നൊരു ജോലി ഞാൻ റിസൈൻ ചെയ്ത് വിസിറ്റിംഗ് വിസ എടുത്ത് വിദേശത്ത് പോയിട്ട് അവിടുന്ന് ജോലി തിരക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. എൻ്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു, കൂട്ടുകാരും റിലേറ്റീവ്സൊക്കെ ദുബായിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുഖേനയാണ് ഞാനിങ്ങനെ വിസിറ്റിംഗ് വിസ എടുത്ത് വരാമെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിരുന്നത്. അപ്പം നവംബറിൽ ജോലി റിസൈൻ ചെയ്ത് ഡിസംബറിലേക്ക് വിസിറ്റിംഗ് വിസ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ടിക്കറ്റ് റേറ്റ് കൂടുതലായതുകൊണ്ട് ജനുവരിയിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ജനുവരിയിലേക്ക് എടുക്കാൻ വേണ്ടി ഇരുന്നപ്പം പിന്നെയും ജനുവരിയിലേക്ക് എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോഴായിരുന്നു കൂട്ടുകാരൻ പറഞ്ഞത് ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ അവിടെ നോയമ്പ് തുടങ്ങും, ആ സമയത്ത് ഹയറിംഗ് ഒന്നും കാണത്തില്ല. അങ്ങനെ ഞാൻ മാർച്ച് അവസാനത്തിലേക്ക് വിസ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നപ്പോഴായിരുന്നു യുദ്ധം തുടങ്ങിയത്. പിന്നെ എനിക്ക് ഒന്നും പറ്റുന്നില്ല. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതായി. ഉള്ള ജോലി ഞാൻ നഷ്ടപ്പെടുത്തി. എനിക്ക് പിന്നെ ഞാൻ നാട്ടിൽ വേറെ ജോലി അന്വേഷിക്കാൻ നോക്കി, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല. ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, നീ ഉടമ്പടി എടുത്തിട്ട് അത് പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചത്. ഞാൻ പിന്നെ ഉടമ്പടി എടുത്തത് മാത്രമേ ഉള്ളായിരുന്നു, അത് ഒന്നും അങ്ങോട്ട് നടത്തിയിരുന്നു. ഞാൻ പിന്നെ ഉടമ്പടിയിൽ അങ്ങ് സജീവമാകാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ആഡ് കണ്ട്. അങ്ങനെ ഒരു ജോബ് ഇൻ്റർവ്യൂവിൻ്റെ ആയിരുന്നു. അതിൽ അപ്ലൈ ചെയ്തത് ഞാൻ ദുബായിലേക്കുള്ളതായിരുന്നു. അതിൽ അപ്ലൈ ചെയ്ത് അപ്പോൾ അവരെന്നെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്ത്, അതൊരു ഏജൻസി ആയിരുന്നു എറണാകുളത്തുള്ള. അപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അങ്ങനെ ഓൺലൈൻ ഇൻ്റർവ്യൂ ഒക്കെ ആയി ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞങ്ങൾ പറഞ്ഞ ഇതിനു വേണ്ടി അല്ലായിരുന്നു അവർ ഇൻ്റർവ്യൂ നടത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അങ്ങനെയാണെങ്കിൽ ജോലി ഇത് വേണ്ടെന്ന് പറഞ്ഞ്. അപ്പം കൂട്ടുകാരനും അങ്ങനെ ആയിരുന്നു പറഞ്ഞത്. അങ്ങനെ ഒന്നും ശരിയാകാതിരുന്നു. അങ്ങനെ 1 മാസത്തിന് ശേഷം ആ ഏജൻസിയിൽ നിന്ന് തന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യും. ആ കമ്പനി പുതിയൊരു വേക്കൻസി ഇട്ടിട്ടുണ്ട്, അവിടത്തേക്ക് നിന്നെ ഹയർ ചെയ്തെന്ന് പറഞ്ഞാണ് തന്നെ വിളിച്ചത്. എന്നിട്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വരികയും ഓഫർ ലെറ്റർ അവിടെ പോയി സൈൻ ചെയ്ത് അയച്ച പിന്നെ അപ്പം തന്നെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വിസ വരികയും ചെയ്തു. പിന്നെ ടിക്കറ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ടിക്കറ്റ് ഉടനെ വരും. ഏതായാലും ഏപ്രിൽ 29 പോകാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്തായാലും ആ ഡേറ്റിലേക്ക് പോകാമെന്നാണ് അവർ പറഞ്ഞത്.
അങ്ങനെ നോക്കിയിരുന്നിട്ട് ഏപ്രിൽ 28 ആയിട്ടും വിസ വന്നില്ല. അങ്ങനെ ഞാൻ 28 ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ അങ്ങനെ വീട്ടിൽ ഇരുന്ന് ഉടമ്പടി ധ്യാനം ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്ന്, അപ്പോഴാണ് ടിക്കറ്റായിരുന്നു അത് എനിക്ക്. ഈ മാസം 9-ാം തീയതി ശനിയാഴ്ച ഞാൻ ദുബായിലേക്ക് പോവാണ്. അതെല്ലാം മാതാവിൻ്റെ ഈശോയുടെ ഒരു ഇതിലാണ്. എനിക്കൊരു മെറിറ്റും ഇല്ല. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താലാണ് എനിക്കെല്ലാം സാധ്യമായത്. പിന്നെ എനിക്ക് 7 വർഷമായിട്ടൊരു അലർജി ഉണ്ടായിരുന്നു, ഈ ജലദോഷവും തുമ്മലും. അത് ഞാൻ ഈ കുറേ ആശുപത്രികളിലൊക്കെ കാണിച്ചു നോക്കി, എന്നിട്ടും ഒരു മാറ്റമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം മൂക്കിലൊക്കെ പുരട്ടി ഒക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ അസുഖം എനിക്ക് പൂർണ്ണമായും മാറ്റി തന്നു. ഇപ്പോൾ ഈ 2 മാസമായിട്ട് എനിക്ക് ജലദോഷവും തുമ്മലും അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. അതിന് മുന്നേ ഞാൻ ഇവിടെ എനിക്ക് എന്നെ അറിയാവുന്ന കൂട്ടുകാർക്കെല്ലാം അറിയാം. ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു ടവലോ എന്തെങ്കിലും കാണും. ഞാൻ സിട്രസിൻ കഴിക്കാതെ എനിക്ക് നടക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ എപ്പോഴും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് എപ്പോഴും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഉടമ്പടി ഉപ്പ് കഴിക്കുകയും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് വിശ്വാസപ്രമാണം ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോഴാണ് എനിക്ക് രോഗസൗഖ്യം കിട്ടിയത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടിയ പത്രം ഞാൻ റെയിൽവേ സ്റ്റേഷനിലും ഓട്ടോ സ്റ്റാൻഡിലും അടുത്തുള്ള വീട്ടുകളിലൊക്കെ കയറി നടന്ന് പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങളുടെ പരിസരത്ത് തന്നെയുള്ള ചുറ്റുവട്ടങ്ങളിലുള്ള രോഗികളുടെയൊക്കെ വീടുകൾ സന്ദർശിക്കുകയും എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ വഴിയിലൊക്കെയുള്ള യാചകർക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പൈസ കൊടുത്തും അല്ലാതെയുമൊക്കെ ഞാൻ സഹായം ചെയ്യുമായിരുന്നു. ആത്മീയമായിട്ട് എനിക്ക് ഉടമ്പടിയിൽ വന്നതിലൂടെ എനിക്ക് ആത്മീയമായിട്ട് കൂടുതൽ വളരാൻ പറ്റി. ഞാൻ നേരത്തെ ഞായറാഴ്ചകളിൽ മാത്രമേ ഞായറാഴ്ചകളിൽ മറ്റേ കടവള ദിവസങ്ങളിലൊക്കെ ആയിരുന്നു പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഡെയിലി പള്ളിയിൽ പോകും. 2 ആഴ്ച കൂടി ഇരിക്കുമ്പം കുമ്പസാരിക്കും. പിന്നെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ ഇല്ലാത്ത സമയത്തിൽ ഞാൻ ഒന്നെങ്കിൽ അമ്മ എന്നെ കിടന്ന് വിളിക്കും, ഞാൻ ഒന്നെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് പുറത്തൊക്കെ ആയിരിക്കും. എനിക്കങ്ങനെ അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഞാൻ വീട്ടിൽ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഇരുന്ന് കുടുംബ പ്രാർത്ഥനയൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഉടമ്പടിയിലായപ്പം ഞാനാണ് വീട്ടിൽ കുടുംബ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. പിന്നെ ബൈബിൾ ഇപ്പം നേരത്തെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോഴായിരുന്നു ബൈബിൾ വായിച്ചു. അത് കുറച്ച് നേരത്തേക്കൊന്ന് വായിച്ച് ചെറിയ അധ്യായമൊക്കെ നോക്കി വായിച്ച് ഇപ്പം അരമണിക്കൂറും അതിലേറെയൊക്കെ ബൈബിൾ വായിക്കുന്നുണ്ട്. പിന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണുകയും പിന്നെ സാക്ഷ്യങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്യും, എല്ലാം കാണുകയും ചെയ്യും. പിന്നെ ഉടമ്പടി ദാനം കൂടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ സാക്ഷ്യത്തിൻ്റെയും ഡെയിലി ബ്രെഡിൻ്റെയൊക്കെ അടിയിൽ വരുന്ന കമൻറ്റിൽ ഓരോരുത്തർ പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ അപേക്ഷിക്കാറുണ്ട്. പിന്നെ അവർക്ക് വേണ്ടിയുമൊക്കെ പ്രാർത്ഥിക്കും. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് റോസമ്മ. ഞാൻ 25/3/2025 ഉടമ്പടി എടുത്തിരിക്കുന്നത്. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഈ അൽത്താരെ കയറി സാക്ഷ്യം പറയാൻ ഭാഗ്യം തന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് വെരിഗോസ് വെയിൻ്റെ കാലിൻ്റെ മടക്കിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് കാല് മടക്കാനോ മുത്താനും ഒന്നും പാടായിരുന്നു. എനിക്ക് 20 വർഷമായി ചിക്കൻ ഗുനിയ വന്നേ പിന്നെ മുട്ട് കുത്തുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ ഒരു വർഷം ഞാൻ ഈ ഉടമ്പടി ഈ മാർച്ച് 25-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഈ വലതുകാലം ഞാൻ ബാൻഡേജ് ഇട്ടുകൊണ്ടാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ബുധനാഴ്ച എൻ്റെ കാലിൻ്റെ കാലിലും ഭയങ്കര വേദന, അവിടെയും ഞാൻ ബാൻഡേജ് ഇട്ടു. അന്നേരം രാത്രി ഞാൻ കടന്നുറങ്ങുന്ന സമയത്ത് മാതാവ് എൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, നീ 2 കാലിലെ ബാൻഡേജ് ഊരിക്കള, എന്നിട്ട് നീ നിലത്തിറങ്ങി മുട്ട് കുത്താൻ പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ മുട്ട് കുത്തുന്നുണ്ട്. 20 വർഷമായി ഞാൻ മുട്ട് കുത്തിയിട്ടു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ മുട്ട് കുത്തുന്നുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ഒത്തിരി ദിവസവും ഞാൻ പള്ളിയിൽ പോകും. പണ്ടുതൊട്ടേ എനിക്ക് ഞാൻ 10-20 കൊന്തയൊക്കെ ചെല്ലും. അങ്ങനെയൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത ഈ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ ഞാൻ
എല്ലായിടത്തും, എനിക്കൊരാക്ഷേപവും ഇല്ല. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ സ്റ്റാൻഡിലും എല്ലാം ഞാൻ കൊടുക്കും. പിന്നെ പള്ളികളിലെല്ലാം കുർബാന കഴിയുന്ന അവിടെ എല്ലാം ഞാൻ കൊടുക്കും. അങ്ങനെ കിട്ടുന്നതെല്ലാം ഞാൻ ചെയ്യും. പിന്നെ എല്ലാവർക്കും ഞാൻ ഓരോരുത്തർക്ക് ഭക്ഷണത്തിന് അങ്ങനെയൊക്കെ ഞങ്ങളുടെ വീടുകളിൽ ഭക്ഷണത്തിന് ഇങ്ങനെയൊക്കെ വരും ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ ഭക്ഷണം കൊടുക്കുക. അതുപോലെ തന്നെ ആശുപത്രി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ആഹാരമൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ 3-4 പൊതിയൊക്കെ വെച്ച് ഞാൻ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ പൈസയൊക്കെ എൻ്റെ മുമ്പിൽ കൈ നിർത്തുന്നവർക്കെല്ലാം ഞാൻ ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് ചെയ്യുന്നതാണ്. പണ്ട് തൊട്ട് എനിക്ക് ശീലം. പക്ഷേ ഇപ്പം നമ്മളതെല്ലാം പറയണം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ്. നമ്മൾ ഒത്തിരി 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 കാരുണ്യ പ്രവൃത്തിൻ്റെ എല്ലാം ഞാൻ പ്രേക്ഷിത എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഇത്രയും അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തനം 4:7. പഴയ നിയമത്തിൽ മോശ ജനങ്ങളോട് പറഞ്ഞത് ഇസ്രായേൽ ജനത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നാണ്. ഇന്നിൻ്റെ ആവശ്യമനുസരിച്ച് ഇന്നിൻ്റെ മക്കൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ ലഭിക്കുന്ന ദൈവ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം ദൈവത്തെ വിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവമാണ്, പ്രതികരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കഷ്ടതയിൽ ദൈവത്തെ വിളിക്കുമ്പോൾ, വിശ്വാസത്തോടെ ഉടമ്പടി പാലിക്കുമ്പോൾ രോഗാവസ്ഥയിൽ രോഗശാന്തിയും രോഗസൗഖ്യവും, ഇല്ലായ്മയിൽ ജോലി നൽകിയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ഓരോ സാക്ഷ്യങ്ങളിലും കേൾക്കുന്നതും അനുഭവിക്കുന്നതും. റോബിൻ ചാക്കോ എന്ന മകൻ്റെ സാക്ഷ്യത്തിൽ വിദേശത്ത് പോകാനുള്ള ആഗ്രഹത്തോടെയാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചത്. ആദ്യമൊക്കെ ഉടമ്പടി എടുത്തെങ്കിലും അത്ര തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള താല്പര്യമില്ലായിരുന്നു. പിന്നീട് അമ്മയും മകനും ഈ പ്രാർത്ഥനയിൽ വരികയും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും ഏതോ ഒരു ദിവസം പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വേക്കൻസിയുടെ ആഡ് കാണുകയും ആ ഇൻ്റർവ്യൂവിന് പോവുകയുമാണ് ചെയ്തത്. പക്ഷെങ്കിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ വേക്കൻസി ഈ മകൻ പഠിച്ചതിനനുസരിച്ചല്ലായിരുന്നത് കൊണ്ട് ആ ജോലി കിട്ടാതാവുകയും പിന്നീട് ഈ മകന് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ കൂടുതൽ ആത്മാർത്ഥതയോടെ ജീവിക്കാൻ തുടങ്ങുകയുമാണ് ചെയ്യുന്നത്. 1 മാസത്തിന് ശേഷം വീണ്ടും ആ സ്ഥലത്തും തന്നെ കോൾ വരികയാണ്. ആ ജോലിക്കല്ല, അവർ തന്നെ വേറൊരു വേക്കൻസി ശരിയാക്കി ഈ മകനെ വിളിക്കുകയാണ്. ഇവിടെയാണ് ഈശോയുടെയും അമ്മയുടെയും ഇടപെടലുകൾ. നമ്മുടെ ആവശ്യമനുസരിച്ച് നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന ഒരു ദൈവമാണ് നാം കൃപാസനത്തിൽ വരുമ്പോൾ കാണുന്നതും കേൾക്കുന്നതും. പെട്ടെന്ന് തന്നെ ഈ മകന് ഒരു പുതിയ വേക്കൻസി കിട്ടുകയും അവിടെ ജോലി ലഭിക്കുകയുമാണ്. ഓഫർ ലെറ്ററും വിസയും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തു. നാം ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കും, എത്രയോ ദിവസങ്ങളും മാസങ്ങളും എടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ മകൻ്റെ കാര്യത്തിൽ വീണ്ടും സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് ടിക്കറ്റും വിസയും പെട്ടെന്ന് കൊടുക്കുകയും ജോലി തന്നെ പെട്ടെന്ന് ഒരു വേക്കൻസി ഇല്ലായിരുന്ന സ്ഥലത്ത് ഒരു വേക്കൻസി ഉണ്ടാക്കി മകന് ജോലി ലഭിക്കുകയായിരുന്നു. ഇവിടെയും ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യമാണ്, ഇടപെടലാണ് നാം കാണുന്നത്. പെട്ടെന്ന് തന്നെ അതും ഒരു ചൊവ്വാഴ്ച യൂട്യൂബിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേൾക്കുന്ന സമയത്ത് മൊബൈലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരമാണ് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നത് ടിക്കറ്റിൻ്റെ കാര്യവും. യുദ്ധത്തിൻ്റെ സമയത്ത് ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. പക്ഷെങ്കിൽ ഈ മകന് ആ ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കെ നോട്ടിഫിക്കേഷൻ വരികയാണ്. 9th മെയ്യിൽ ടിക്കറ്റ് കിട്ടിയതും കൺഫേംഡ് ടിക്കറ്റാണ്. വളരെ സ്ലോ ആയിട്ടാണ് ഈ മകൻ ഈശോയിലേക്ക് അടുക്കുന്നത്. പക്ഷെങ്കിൽ എത്രമാത്രം സ്ലോ ആയിരുന്നോ അത്രമാത്രം വേഗതയിലാണ്
ഈ മകൻ വിശ്വാസത്തിൽ കൂടുതൽ ഈശോയോട് അടുക്കുകയും ഈശോയുടെ മമ്മയോട് ചേർന്ന് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നയിക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ ഈശോ അമ്മ ഇടപെട്ട് ഈ മകൻ പറഞ്ഞതുപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ് ഈ മകന് ആ ജോലി ലഭിച്ചതെന്നാണ് മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് 7 വർഷത്തോളം ഉണ്ടായിരുന്ന അലർജി പല ഹോമിയോ ഇംഗ്ലീഷ് മരുന്നിൽ കഴിച്ചെങ്കിലും ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 7 വർഷം പറ്റാതെ ഫലമില്ലാതിരുന്ന ട്രീറ്റ്മെൻറ്റും ഈശോയുടെയും അമ്മയുടെയും കാൽക്കൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകന് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിക്കുകയാണ്. അമ്മയുടെ കാര്യം അതുപോലെ തന്നെയാണ്. വെരിക്കോസിൻ്റെ അസുഖം ബാൻഡേജ് ഇട്ടു പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ തന്നെയാണ് ഈ മകളോട് പറയുന്നത്, സഹോദരിയോട് പറയണത് ബാൻഡേജ് അഴിച്ചു മാറ്റി പിന്നീട് മുട്ടുകുത്താൻ സാധിക്കുകയും പ്രാർത്ഥിക്കാൻ സാധിക്കുകയും ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിക്കുകയുമാണ് ചെയ്തത്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങളിൽ നാം മനസ്സിലാക്കുന്നത് നമ്മളൊരു ശ്രേഷ്ഠ ജനതയാണെന്നും നമുക്ക് സമീപസ്ഥനായ ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നും നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളതെന്നും എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നു നൽകുന്നത്. ഈ മകൻ്റെ ജീവിതത്തിൽ ഈശോയുടെ നമ്മുടെ അടുത്തെറിഞ്ഞപ്പോൾ പുത്തൻ വഴികൾ തുറന്നു കൊടുക്കുകയായിരുന്നു. ഈ മകൻ പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞത്, ഞാൻ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ സാക്ഷ്യത്തിൻ്റെ ആ അടിയിൽ ഓരോ മക്കളും പ്രാർത്ഥന റിക്വസ്റ്റ് ഇടുന്നുണ്ട്, ഞാൻ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ്. പലപ്പോഴും നാം പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ മകന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ടെസ്റ്റിമണി, അതായത് സാക്ഷ്യങ്ങളുടെ കീഴിൽ വരുന്ന ഓരോ മക്കളിടുന്ന പ്രാർത്ഥന റിക്വസ്റ്റ് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഈ മകൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, ഉടമ്പടി മക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ട് നാം മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ജോസഫ് അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്, ഉടമ്പടി ചൊല്ലുന്നതല്ല ചെയ്യുന്നതാണ് എന്നാണ്. ഈ മകന് ചൊല്ലുന്നതിനോടൊപ്പം ചെയ്യുകയാണ്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും മറ്റുള്ളവരുടെ കാരുണ്യപ്രവർത്തികൾ ചെയ്യുകയും, പക്ഷേ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്വന്തം കാര്യമെല്ലാം ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടിയാണ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ശ്രേഷ്ഠ ജനതയായിട്ട് നമ്മളെ മാറ്റുകയാണ്. നമ്മുടെ കൂടുതൽ നമ്മൾ സമീപസ്ഥനായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റോബിൻ ചാക്കോയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആദ്യം തന്നെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയുവാൻ അയോഗ്യയും പാപിയുമായ എനിക്ക് അവസരം തന്നതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് രശ്മി തോമസ്. ഞാൻ വാകത്താനം കുറുമ്പനാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു കോളേജിൽ പഠിപ്പിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ഹസ്ബൻഡ്, മക്കൾ, എൻ്റെ സഹോദരങ്ങളെക്കുറിച്ചെല്ലാം ഉള്ളതുണ്ട്. പക്ഷെ അവരാരും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. എനിക്ക് ആദ്യമായിട്ട് എൻ്റെ സാക്ഷ്യം പറയാനുള്ളത്, എനിക്കൊരു കഴിഞ്ഞ 27 വർഷമായിട്ട് അതികഠിനമായ നടുവേദനയായിരുന്നു. വെരിക്കോസ് വെയിന്, സയാറ്റിക്ക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി അങ്ങനെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും എടുത്തിട്ടുണ്ട്. സ്ക്ലിറോട്ടൈസിങ് തെറാപ്പി എടുത്തു. അപ്പോൾ ഇതൊക്കെ ചെയ്തെങ്കിലും വേദന ഒരിക്കൽ പോലും വേദനയ്ക്ക് ശമനം ഉണ്ടായിട്ടില്ല. അപ്പം നമുക്കറിയാം, ആ സർജറി ചെയ്താൽ അത് ഒരു ലോങ് ടൈം, അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ അതിനൊരു എഫക്റ്റ് ഉള്ളൂ, പിന്നെ വീണ്ടും അത് വരും. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ ഇനിയിപ്പം നമുക്ക് ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറില്ല, ഈ വേദനയായിട്ടാണ് എനിക്ക് ജീവിക്കാനായിരിക്കും എനിക്ക് ദൈവം തന്ന
ഒരു സഹനമായിരിക്കും. അപ്പം ഞാനത് അങ്ങനെ ജീവിക്കാം അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇരുന്ന് ചെയ്യുന്ന ജോലിയായിരിക്കും, കണ്ടിന്യൂസ് ഇരിക്കുമായിരിക്കും ഒരു 8 hours. അപ്പം അതിഭയങ്കരമായ വേദനയാണ്. അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കിലാണെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിൻ്റെ കൂടെ ആയിരിക്കുമ്പം ഒരു മുഴുവൻ സമയം അവരുടെ കൂടെ ആയിരിക്കും, നടക്കുകയായിരിക്കും. എന്നാലും ഭയങ്കര വേദനയാണ്, എന്ത് ചെയ്താലും വേദനയാണ്. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് കുറേ അധികം നേരം ഈ വേദന സഹിക്കാൻ വയ്യാതെ കിടന്ന് കരഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ ജോലിയൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു. ഞാനൊരു കുറച്ച് വർഷം 10 വർഷത്തോളം ഞാൻ ഒമാനിലാണ് ജോലി ചെയ്തത്. പിന്നെ നാട്ടിൽ തിരിച്ചു വന്ന് ഞാനിങ്ങനെ ഒരു യൂട്യൂബിൽ ഇത് കാണുമ്പോഴാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോഴേ ഞാൻ ഈ വാക്ക് ഇതിനു മുമ്പ് ഞാൻ ഒമാനിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പള്ളിയില്ല. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ചെയ്യാറ്. അപ്പം ഞാനൊരു 1000 ജപമാല അങ്ങനെ ചൊല്ലി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കുർബാനയ്ക്കൊന്നും പോകാനില്ലാത്തത് കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു പാട്ട് പോലെ വരികയാണ്, കൃപാസനത്തിൽ വന്ന് നിൽക്കുവാൻ കൃപയേകണേ എൻ്റെ ഈശോ. ഞാനതിങ്ങനെ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. അപ്പം നാട്ടിൽ വന്ന് തിരിച്ചു വന്നു. അപ്പോൾ ഈ കൃപാസനം എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആലപ്പുഴയിലാണ്. ആലപ്പുഴ കോട്ടയത്താണെങ്കിലും എനിക്കതൊരു വലിയൊരു ദൂരം പോലെയാണ്. കാരണം ഞാൻ ബസ്സിലൊന്ന് കയറിയ ഉടനെ എനിക്ക് മനം മറിയും, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നത് നമുക്കത് പുതുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് അങ്ങനെ ഓർത്തു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ മോളിങ്ങനെ പറയുവാണ്, അമ്മ നമുക്ക് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് അപ്പോൾ അന്ന് മുതൽ തന്നെ എനിക്കറിയാം അമ്മയുടെ സജീവമായ ഒരു സാന്നിധ്യം ഞങ്ങളോടും എൻ്റെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഉടനെ തന്നെ എനിക്ക് എൻ്റെ ഈ നടുവേദന ഞാനിങ്ങനെ അച്ഛൻ്റെ ധ്യാനം അപ്പം വളരെ കൃത്യമായിട്ട് ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടാൻ തുടങ്ങി. വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി പള്ളിയിൽ ഇരുന്ന് ധ്യാനം കൂടുന്ന പോലെ തന്നെ ഞാൻ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചൊവ്വാഴ്ച ഒരു ദിവസം ഒരു വിതിൻ 3 months ഉള്ളിൽ തന്നെ ഒരു ചൊവ്വാഴ്ച ഇങ്ങനെ ധ്യാനം കൂടുമ്പോൾ എനിക്ക് വേദന കലശലായിട്ട് ഭയങ്കര സഹിക്കാൻ മേലാത്ത വന്നു. അപ്പം ഞാൻ പിന്നെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച മുഴുവൻ വേദനയാണ്. ബുധനാഴ്ച രാവിലെ പള്ളിയിൽ പോകുന്നു, തിരിച്ചു വന്നു കഴിയുമ്പം ആ വേദന അന്ന് കുറഞ്ഞു. പിന്നെ അടുത്ത ചൊവ്വാഴ്ച ധ്യാനം കൂടി കഴിയുമ്പോൾ വീണ്ടും വേദന ഭയങ്കര കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഞാൻ ഈ ധ്യാനം കൂടുന്നതുകൊണ്ടായിരിക്കുമോ, എൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ? വീണ്ടും ഭയങ്കരമായിട്ട് വേദന സഹിക്കാൻ വയ്യാത്ത വേദനയാവുന്നു. വീണ്ടും അത് ബുധനാഴ്ച പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ വേദന കഴിയുന്നു. അപ്പം 3ാമത്തെ ചൊവ്വാഴ്ച ആയപ്പോഴും ഇത് തന്നെ സംഭവിച്ചു. അപ്പം എൻ്റെ കാല് തളർന്നു പോകുന്നത് പോലെ ഞാൻ കിടന്നു. 2ാമത്തെ ചൊവ്വാഴ്ച തന്നെ എനിക്ക് സഹിക്കാൻ വയ്യാതെ കാലനക്കാൻ വയ്യാത്ത രീതിയിൽ ഞാൻ കട്ടിലേക്ക് കിടക്കുന്ന രീതിയിലായി. എങ്കിലും നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, മോള് സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ വീട്ടിലെല്ലാം ചെയ്യും. ഞാൻ എന്നിട്ട് കാലനങ്ങാതെ കിടക്കുവാണ്. 3ാമത്തെ ചൊവ്വാഴ്ച ആയപ്പം എഴുന്നേറ്റ് വാഷ്റൂമിൽ പോലും എനിക്ക് പോകാൻ വയ്യാത്ത അത്രയും വേദനയായി. ഞാനിപ്പം നിലത്തൂടെ എഴഞ്ഞാണ് വാഷ്റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇനി എൻ്റെ കാല് ഒരിക്കലും എനിക്കിനി മൂവ് ചെയ്യത്തില്ല, എൻ്റെ കാല് തളർന്നു പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി. കാല് അനക്കത്തില്ല, അത്ര ഭയങ്കരമായ വേദന. ഒരു 6 മണിയായപ്പം വേദന സഹിക്കാൻ വയ്യ. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു, എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഒന്ന് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഹസ്ബൻഡ് വരുന്നു, ഞാൻ വരാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ രാത്രി ഹസ്ബൻഡ് വന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇന്നിപ്പോൾ ഇത്രയും വൈകിയില്ല, ഇനി ചെന്നാലും നമുക്ക് നല്ല ഡോക്ടേഴ്സിനെ ഒന്നും കാണുമെന്ന് അറിയത്തില്ല, നമുക്ക് നാളെ രാവിലെ പോകാമെന്ന് പറഞ്ഞു. പെട്ടെന്നാണ് ഞാൻ മനസ്സിൽ ഓർക്കുന്നത്, ദൈവമേ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളുണ്ട്, ഞാനിത് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത്ഭുതകരമായിട്ട് അമ്മ ഇടപെടുന്നത് മനസ്സിലായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ വിശ്വാസമാണത്. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടി എന്തുകൊണ്ട് അത് ഉപയോഗിച്ചില്ല എന്ന് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് തൈലവും ഉപ്പും ഒക്കെ ഒന്ന് എടുത്തുകൊണ്ട് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് തൈലം പുരട്ടി പ്രാർത്ഥിച്ചു, ഉപ്പ് കഴിച്ചു. അമ്മയുടെ കാശുരൂപ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതില്ലാതെ ഞാൻ ഒരിക്കലും ഒരിടത്ത് പോലും വീടിന് പുറത്തിറങ്ങാറില്ല. കാശുരൂപ എടുത്ത് കൈ പിടിച്ചു, ജപമാല എടുത്ത് കൈ പിടിച്ചു, ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. രാത്രി മുഴുവൻ ഞാൻ വേദന സഹിക്കാൻ വയ്യാതെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോഴല്ലേ എൻ്റെ കയ്യിൽ ഈ കാശുരൂപ ഉണ്ട്, കൊന്തയോ ജപമാലയുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ബുധനാഴ്ചയാണ്. വീണ്ടും രാവിലെ എഴുന്നേറ്റു, പള്ളിയിൽ പോയി. പള്ളിയിൽ പോകാമെന്ന് ഒരു ചെറിയ കയറ്റമുണ്ട് ഞാൻ താമസിക്കുന്നിടത്ത്. കാലിങ്ങനെ വലിഞ്ഞ ഞാൻ പോയി. അപ്പം ഞാൻ ഓർത്ത് ഇന്നും കൂടെ ഉള്ളൂ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുള്ളായിരിക്കും, നാളെ മുതൽ ഞാൻ തളർന്ന് കിടക്കുമല്ലേ, അപ്പോൾ ഇന്നൂടെ ഒന്ന് പള്ളിയിൽ പോയേക്കാമെന്ന് വിചാരിച്ച് പള്ളിയിൽ പോയി തിരിച്ചു വന്നു. അപ്പം തിരിച്ചു വന്ന് അന്ന്
ഓടെ എൻ്റെ നടുവേദന മാറി, എൻ്റെ കാല് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഇന്ന് 4 വർഷമായി. പിന്നെ ഒരിക്കൽ പോലും ഒരു വേദന എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു മരുന്ന് കഴിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു ഏകദേശം 27 വർഷമായിട്ട് ഈ വേദനയില്ലാത്ത ഒരു ദിവസം പോലും എനിക്ക് ഉണ്ടായിട്ടില്ലാത്തതാണ്. അതാണ് എനിക്ക് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ ഒമാനിലായിരുന്നു, ഒരു കോളേജിലായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നിട്ട് ഒരു 7 വർഷമായി. അപ്പം ഞങ്ങളൊരു വീടിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 10-30 വർഷത്തോളം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പോയതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ നമുക്ക് എല്ലാം മാറി, സിസ്റ്റമൊക്കെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അപ്പം ഞങ്ങളോർത്ത് ഞങ്ങളെ കൊണ്ട് ഇനി തന്നെ ഒരു വീടൊക്കെ പണിയുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ, അമ്മേ ഒരു നല്ലൊരു വീട് പണിതത് ഞങ്ങൾക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അത് കുറച്ച് പഴയതാവരുത്, വിൽക്കാൻ പണിതാവരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ തന്നെ ഒരു വീട് ഞങ്ങൾക്ക് മാതാവ് അനുഗ്രഹിച്ചു. അപ്പോൾ ഈ വീട്ടിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുവാണ്. ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന വഴിയിൽ, അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു 2 ദിവസം മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു, നമ്മൾ പെട്ടെന്നാണ് വീട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ ഞാനിപ്പോൾ വീടൊക്കെ ആയി കുറച്ച് സെറ്റിലാവുകയാണ്, ഒരു സ്ഥലത്തൊക്കെ ആവുകയാണ്. അപ്പോൾ എനിക്കൊരു ജോലി കിട്ടിയിരുന്നത് നന്നായിരുന്നു. 7 വർഷമായി ജോലി ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും തിരിച്ചു വന്നു, ഞങ്ങൾ 2 പേരും ഉണ്ട് വീട്ടിൽ. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഒരു ജോലി തരികയാണെങ്കിൽ നന്നായിരുന്നു. 2 ദിവസമേ പറഞ്ഞുള്ളൂ. നമുക്കറിയില്ല, എൻ്റെ കൂട്ടത്തിലുള്ളവരൊന്നും ഇപ്പോൾ ആരും നാട്ടിലില്ല, ആരും പരിചയക്കാരില്ല, എവിടെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് എന്നെ ഒരാൾ വിളിക്കുകയാണ്. ആ ഒരു സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇങ്ങനെ, രശ്മി അല്ലേ, ഇങ്ങനെ കോളേജിൽ ഇവിടെ ഒരിടത്ത് ജോയിൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എന്നും ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമാണ്, പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ജോലിക്ക് പോയി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഞാൻ ജോലി ചെയ്തതും ഇപ്പോഴും തമ്മിൽ. പക്ഷെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പുതിയതായിട്ട് അവിടുന്ന് പഠിക്കാൻ പറ്റി, ഒരുപാട് പേരെ സഹായിച്ചു. അങ്ങനെ പക്ഷെ കുറച്ച് ദൂരമുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ 2 കാര്യങ്ങൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു. എൻ്റെ അമ്മേ, എനിക്ക് എൻ്റെ ഉടമ്പടി ജീവിതം കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. എനിക്ക് ജോലി വേണോ ഉടമ്പടി വേണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉടമ്പടി മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് സന്തോഷമായിട്ട് അവിടുന്ന് ജോലിയിൽ നിന്ന് തിരിച്ചു പോരാൻ ഒക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇത് 2ഉം പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തന്നു. പക്ഷെ കുറച്ച് ദൂരം കൂടുതലുണ്ട്. അപ്പം എനിക്ക് അവിടെയൊക്കെ ബസ്സിനധികം സൗകര്യമില്ല എൻ്റെ വീട്ടിൽ നിന്ന്. പക്ഷേ എനിക്ക് ഡ്രൈവിംഗ് അറിയാം. ഒരു 25 വർഷം മുമ്പ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതാണ്. പക്ഷേ ഇന്ന് വരെ ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. ഞാൻ 2-3 സ്ഥലത്ത് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പോയി. അപ്പോഴെല്ലാം എനിക്ക് പേടിയാണ് വണ്ടി ഓടിക്കാനായിട്ട്. ഞാനത് ഇടയ്ക്ക് വെച്ച് നിർത്തി വയ്ക്കും, വണ്ടി എടുക്കത്തില്ല. അങ്ങനത്തെ ഒരു വലിയ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ മാതാവിനോട് പറഞ്ഞു, അമ്മ എനിക്ക് വണ്ടി ഓടിക്കണം, അല്ലാതെ പറ്റത്തില്ല. കാരണം എന്നെ ഹസ്ബൻഡ് കൊണ്ടുവിടണം, തിരിച്ചു കൊണ്ടുവരണം, വീണ്ടും വൈകുന്നേരം വരണം പോകണം. അത് വലിയ ബുദ്ധിമുട്ടായി തീർന്നു. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ പറഞ്ഞു. ഉടമ്പടിയിൽ വെച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു കോള് വന്നു. ഇങ്ങനെ സംസാരിച്ചപ്പം ചോദിച്ചു, ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന കാര്യം ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരിക്കും ഇങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് പേടിയാണ്. പക്ഷേ ഇവിടെ തൊട്ടടുത്ത് ഒരാളുണ്ട് പഠിപ്പിക്കുന്ന, രശ്മി ഒന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീടിന് തൊട്ട് താഴെയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം വന്നു, എന്നെ കൊണ്ട് വണ്ടി എടുപ്പിച്ചു. ഞാൻ അന്ന് തന്നെ വണ്ടി ഓടിക്കാൻ തുടങ്ങി. എൻ്റെ ആ ഒരു പേടി എനിക്ക് കംപ്ലീറ്റ് മാറി. അന്ന് ഞാൻ അമ്മയോട് ഉടമ്പടിയിൽ പറഞ്ഞിരുന്നു, അമ്മ എനിക്ക് ആദ്യമായിട്ട് കോട്ടയത്ത് നിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ച് വരാൻ പറ്റണമെന്ന്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കോട്ടയത്ത് നിന്ന് ആലപ്പുഴ വരെ വണ്ടി ഓടിച്ച് വന്നു. ഞാനിപ്പോൾ തന്നെ വണ്ടി ഓടിച്ച് ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ഒരു 2 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു. അപ്പോൾ ഞങ്ങൾ വീട് ട്രാൻസ്ഫർ ആയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലുണ്ട്. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് കുറച്ചുകൂടെ അടുത്ത് ഒരു ജോലി കിട്ടിയിരുന്നത് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഏജിലുള്ളവരൊക്കെ റിട്ടയർമെൻറ്റൊക്കെ ആയി, നമുക്കൊരു പുതിയ ജോലി കിട്ടുന്നത് ഇനി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയാം. എങ്കിലും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എനിക്ക് അടുത്തെവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നത് നന്നായിരുന്നു എന്ന്. ഞാൻ അവിടെ എനിക്ക് കുറച്ച് സമയത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അവിടെ റെസിഗ്നേഷൻ ഇട്ടിരുന്നു. റെസിഗ്നേഷൻ ഇട്ടി 1 മന്ത് നോട്ടീസ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ആ 1 മന്ത് തീരുന്നതിന് ഒരാഴ്ച മുമ്പ് എനിക്ക് വേറെ തൊട്ടടുത്തുനിന്ന് ഒരു കോള് വരികയാണ്, ചോദിക്കുകയാണ്, രശ്മി ജോലിക്ക് വരുന്നു. 2 സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്ക് തൊട്ടടുത്തൊരു സ്ഥലത്ത് ഒരു വിതിൻ ഒരു 1 or 2 ഡേയ്സിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ജോലിക്ക് അടുത്ത സ്ഥലത്ത്, എൻ്റെ വീടിന് തൊട്ടടുത്തൊരു സ്ഥലത്ത് ഇപ്പം ഞാൻ മിനിഞ്ഞാന്ന് ജോലിക്ക് കയറി. അങ്ങനെ ഒരു ആഗ്രഹവും മാതാവ് സാധിച്ചു തന്നു.
പിന്നെ എനിക്ക് യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ പറയുവാണ്, യൂട്രൈൻ പ്രൊലാപ്സ് ഉള്ളവർ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ പൂർണ്ണമായിട്ടും മാതാവ് എനിക്കത് മാറ്റിത്തന്നു. എനിക്ക് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നമ്മുടെ കിണറ്റിൽ കുറച്ച് വെള്ളം വറ്റിപ്പോയി, വെള്ളമില്ലാത്ത ഒരു സാഹചര്യം വന്നു. അപ്പോൾ നമ്മൾ കിണർ കുത്തുന്നതിന് മുമ്പ് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് ധാരാളം വെള്ളം തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഒരുപാട് കാരുണ്യപ്രവൃത്തികൾ ഞാൻ പിന്നെ ഇങ്ങനെ ഉടമ്പടിയിൽ നമ്മൾ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയും മഴവില്ല് കാണുന്നുണ്ടോ. അപ്പം ഞാൻ ഓർക്കും, ദൈവമേ ഇനി ഞാൻ പാപിയായി എനിക്കത് അങ്ങനെയൊന്നും ചോദിക്കാനുള്ള യോഗ്യതയില്ല. എങ്കിലും ഞാനിങ്ങനെ ഒരു 2-3 ദിവസം മാതാവിനോട് എനിക്ക് മഴവില്ല് കണ്ടാവുന്ന കൊള്ളാവുന്നുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ചൂടുകാലം, കൊടിയ വേനൽക്കാലത്തിൻ്റെ സമയത്താണ്. എങ്ങനെയാണ് ഇപ്പം ഞാൻ മഴവില്ല് കാണുന്നത്? അതിനുള്ള ഒരു സാധ്യതയില്ലല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാനിങ്ങനെ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ പെട്ടെന്ന് ഒരു ചെറിയ ഡിസ്റ്റൻസിൽ പെട്ടെന്ന് മഴ പെയ്യുകയാണ്. കൊച്ചൊരു മഴ പെയ്യുമ്പം എൻ്റെ എതിരെ വരുന്ന വണ്ടിയിൽ ഞാൻ മഴവില്ല് കണ്ടു, വണ്ടിയുടെ ഗ്ലാസ്സിൽ. അങ്ങനെ അമ്മ ആ ഒരു വലിയൊരാഗ്രഹം അതങ്ങനെ സാധിച്ചു തന്നു. പിന്നെ ഞാൻ ഞങ്ങൾ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പത്രം കൊടുക്കുന്നത്, ഞാൻ പത്രം റെയിൽവേ സ്റ്റേഷനിലാണ് കൊടുക്കുന്നത്. കാരണം എനിക്ക് ജോലി സമയം തീരെ ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ ഓർക്കും, പിന്നെ അത് മാത്രമല്ല അവർ ധാരാളം സ്ഥലങ്ങളിലേക്ക് അത് കൊണ്ടുപോകും. അങ്ങനെ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഞാൻ ജോലിയില്ലായിരുന്ന സമയത്തെല്ലാം ഞാൻ കോട്ടയത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ, അവിടെ നമുക്കറിയാം അനാഥരായിട്ടുള്ള മനുഷ്യർ കിടക്കുന്ന ഒരു വാർഡുണ്ട്, ഡെസ്റ്റിറ്റ്യൂട്ട്സ്. അവർക്ക് ആരുമില്ല. അപ്പം ഞാൻ അവരുടെ അടുത്ത് പോകും. അവർക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല, കാരണം അവിടെ ഒരുപാട് ഏജൻസികൾ അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ചിലർ ചോദിക്കും, അവരുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുമ്പോൾ അവർ ചോദിക്കും, ഒരു ചെരുപ്പ് വാങ്ങിച്ചു തരാമോ, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, അങ്ങനെ അവർക്ക് തോർത്ത്, അവർക്ക് വേണ്ട അത്യാവശ്യം കാര്യങ്ങളാണ് ചെയ്യുക. ജോലിയായ പിന്നെ നമുക്ക് മറ്റു ചില രീതിയിലൊക്കെയുള്ള സഹായങ്ങൾ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടാവുന്നവർക്ക് സഹായം ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ആത്മീയ ജീവിതം ഒരുപാട് ഉയർച്ചകൾ ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കളെയും വിശ്വാസത്തിൽ വളരെയധികം ഉറപ്പിച്ചു. എൻ്റെ മോനാണെങ്കിലും എൻ്റെ ഹസ്ബൻഡാണെങ്കിലും അവരെല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് പരിശുദ്ധ അമ്മ മരണം വരെ ഈ ഉടമ്പടിയിൽ ജീവിക്കണം. പരിശുദ്ധ അമ്മയുടെ മക്കളായിട്ട്, കുടുംബമായിട്ട് ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ മക്കളെ, നമുക്ക് എന്തിനും പരിശുദ്ധ അമ്മയുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഒരു ചെറിയ കാര്യത്തിന് പോലും ഞാൻ ടെൻഷൻ അടിക്കും. ഞാൻ പെട്ടെന്ന് അപ്സെറ്റ് ആവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പം നമുക്കറിയാം, നമ്മളൊന്നിനും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് സഹായത്തിന് പരിശുദ്ധ അമ്മയുണ്ട്. നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കാൻ ഈശോയുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടു കുറേ കുഞ്ഞുങ്ങൾ, അവർക്ക് ഭയങ്കര ടെൻഷനാണ്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയറിലൊക്കെ. അപ്പോൾ അവർക്കെല്ലാം ഞാൻ പ്രാർത്ഥനയിൽ അവരുടെ കൂടെ ആയിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ അമ്മയെക്കുറിച്ച്, ഈശോയെക്കുറിച്ച് ക്ലിനിക്കിലായിരിക്കുമ്പോഴും എല്ലാം അവർക്ക് ഈശോയെ അമ്മയും പറ്റുന്ന പോലെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം. ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അവസരം തന്നതിന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ജീവിതത്തിൻ്റെ അവസാനം വരെ, മരണം വരെ അമ്മയുടെ മകളായിട്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ അവസരം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 20-ാം തിരുവചനം അരുളി ചെയ്യുന്നു, നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല. കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ വിലാപദിനങ്ങൾ അവസാനിക്കും. രശ്മിമോൾ തോമസ്, എങ്ങനെയാണ് കർത്താവ് തനിക്ക് നിത്യപ്രകാശമായി മാറിയത്, തൻ്റെ വിലാപദിനങ്ങൾ എങ്ങനെ അവസാനിച്ചു എന്നുള്ളതെല്ലാം തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ ഇവിടെ പങ്കുവയ്ക്കുന്നു. ആ മകൾക്ക് അതികഠിനമായിട്ടുണ്ടായിരുന്ന 27 വർഷമായി ഉണ്ടായിരുന്ന നീണ്ട നടുവേദന. ആ മകൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എല്ലാത്തരം ട്രീറ്റ്മെൻറ്റുകളും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം താൻ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ തൻ്റെ വീടാകെ വൃത്തിയാക്കി അതൊരു പള്ളി പോലെയാക്കുമായിരുന്നു ആ ചൊവ്വാഴ്ച ദിനങ്ങൾ. എന്നിട്ടാണ് ആ മകൾ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്തു പറ്റി? നടുവേദന കൂടുതലായി. അതാണ് ആ മകൾ പറയുക. നടുവേദന ഓരോ ദിവസവും 3 ചൊവ്വാഴ്ചകളിൽ ഇത് തന്നെ ആവർത്തിക്കുന്നു. ഒന്നിനൊന്ന് വേദന കൂടി
മൂന്നാമത്തെ ചൊവ്വാഴ്ച ആ മകൾ കിടപ്പിലായി. അപ്പോൾ ഇതിൽ നിന്ന് ഈ മകളെ പിന്തിരിപ്പിക്കാൻ, അതായത് താൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഉടമ്പടി ധ്യാനം അത് എത്രയും ഫലവത്തായിട്ട് തനിക്ക് ആത്മീയമായ ഉണർവിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ ഈ മകൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയാനായിട്ട് മറ്റേത് വേദന വന്നാലും ഈ മകൾ തയ്യാറായില്ല. പിന്നീട് അങ്ങോട്ട് നാം കാണുന്നത് 4 വർഷമായിട്ട് ഇന്ന് ഈ മകൾക്ക് ആ വേദനയില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ആ ഒരു തന്നെ അലട്ടിക്കൊണ്ടിരുന്ന 27 വർഷമായിട്ടുള്ള അതികഠിനമായ ആ വേദന ജോലി ചെയ്ത് വരുമ്പോഴും കിടന്ന് വിശ്രമിച്ചതിന് ശേഷം മാത്രം വീണ്ടും വേദനയോടെ വീട്ടുജോലി എടുത്തുകൊണ്ടിരുന്ന മകൾക്ക് 4 വർഷമായിട്ട് അതിൽ നിന്ന് രോഗസൗഖ്യം ലഭിക്കുന്നു. അതുപോലെ തന്നെ തങ്ങൾക്കൊരു വീട് ലഭിക്കുന്നു. വീടിന് വേണ്ടിയിട്ട് നിയോഗം വയ്ക്കുമ്പോൾ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു ഭവനം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിക്കുവാൻ ഇടയാകുന്നു. വീണ്ടും 25 വർഷം മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതാണ്, എന്നാൽ വണ്ടി ഓടിച്ചിട്ടില്ല പേടി മൂലം. അതും എങ്ങനെ തനിക്ക് സാധ്യമായി? ഇന്നിപ്പോൾ കോട്ടയത്ത് നിന്ന് ആലപ്പുഴ വരെ താൻ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ മകൾ പറയുമ്പോൾ തനിക്ക് കിട്ടിയ പലതരത്തിലുള്ള രോഗസൗഖ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാറ്റിനും ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഉടമ്പടി ജീവിതം. അതായത് ഉടമ്പടി നാം ജീവിക്കുമ്പോൾ നമ്മുടെ സൂര്യൻ അസ്തമിക്കുകയില്ല എന്നാണ് തിരുവചനം പറയുന്നത്. പിന്നീട് ചന്ദ്രൻ മറയുകയില്ല, കർത്താവായിരിക്കും നിത്യപ്രകാശം. ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ഉടമ്പടിയുടേത് ഒരു റോ ഫെയ്ത്ത് അല്ല, അതൊരു റിഫൈൻ ഫെയ്ത്ത് ആണെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഒരു റിഫൈൻ ഫെയ്ത്താണ് ഇന്ന് ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഓരോ മക്കളെയും ഇവിടെ സാക്ഷികളാക്കുന്നത്. രശ്മി മോളുടെ ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.